നമസ്കാരം. ട്രോയിയുടെ വിജയതീരത്തു നിന്നും തുടങ്ങി ലോട്ടസ് ഈറ്റേഴ്സിന്റെ മായാലോകത്തിലൂടെ ഒടുവില് നരഭൂജിയായ സൈക്ലോപ്സിന്റെ ഗുഹയിൽ വരെ എത്തി നിൽക്കുന്ന ഒരു വലിയ അതിജീവനത്തിന്റെ കഥയാണ് നമ്മൾ ഇതുവരെയും കണ്ടത്. ഒഡീസിയസ് തന്റെ ബുദ്ധി കൊണ്ട് സൈക്ലോപ്സ് എന്ന രാക്ഷസന്റെ ഒറ്റ കണ്ണ് തകർത്ത് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവെങ്കിലും ആ വിജയം സമുദ്രദേവനായിട്ടുള്ള പൊസൈഡനിന്റെ കൊടിയ ശാപം ഏറ്റുവാങ്ങിക്കൊണ്ടായിരുന്നു. ദൈവകോപത്തിന്റെ തിരമാലകളിൽ ഉലഞ്ഞ് ദിശ തെറ്റി നീങ്ങിയ ആ കപ്പലുകൾ ചെന്നെത്തിയത് മനുഷ്യരാരും അതുവരെയും കണ്ടിട്ടില്ലാത്ത അത്ഭുതകരമായിട്ടുള്ള മറ്റൊരു ലോകത്തേക്കാണ്. എയോളിയ. കാറ്റുകളുടെ രാജാവായ എയോളസ് വസിക്കുന്ന നാടായിരുന്നു അത്. ഇതൊരു ഒഴുകി നടക്കുന്ന ദ്വീപായിരുന്നു എന്നാണ് ഹോമർ പറയുന്നത്. ഈ ദ്വീപിന് ചുറ്റും തകർക്കാൻ കഴിയാത്ത ആകാശത്തോളം ഉയരമുള്ള ഒരു വലിയ വെങ്കല മതിൽ ഉണ്ടായിരുന്നു. പക്ഷേ കടലിൽ നിന്ന് നോക്കിയാൽ കുത്തനെ ഉയർന്നു നിൽക്കുന്ന മിനുസമുള്ള പാറക്കെട്ടുകൾ മാത്രമാണ് ആളുകൾക്ക് കാണാൻ സാധിക്കുക. ഇതിനുള്ളിലെ കൊട്ടാരത്തിലാണ് എയോളസ് രാജാവ് തൻ്റെ ഭാര്യയോടും 12 മക്കളോടൊപ്പം വസിക്കുന്നത്. ഇറ്റലിയിലെ സിസിലിക്ക് വടക്കുള്ള ദ്വീപ് സമൂഹങ്ങളെ പുരാതന കാലം മുതൽക്കേ എയോളിയൻ അല്ലെങ്കിൽ ഇയോളിയൻ ദ്വീപുകൾ എന്നാണ് വിളിച്ചിരുന്നത്. ഇതിൽ തന്നെ ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സജീവമായ അഗ്നിപർവ്വതമുള്ള സ്ട്രോംബോളി എന്ന ദ്വീപാണ് ഹോമറിന്റെ ഈ എയോളിയ എന്നാണ് ചരിത്രകാരന്മാർ കരുതുന്നത്. ഈ ദ്വീപിലെ അഗ്നിപർവ്വതത്തിൽ നിന്നും ഇപ്പോഴും പുകയും തീയും ഉയരുന്നത് നമുക്ക് കാണാം. പണ്ട് നാവികർ വിശ്വസിച്ചിരുന്നത് ഭൂമിക്കടിയിലെ കാറ്റുകൾ പുറത്തേക്ക് വരുന്ന സ്ഥലമാണ് ഇതെന്നാണ്. ദൂരെ നിന്ന് നോക്കുമ്പോഴേക്കും ഈ ദ്വീപിന്റെ കുത്തനെയുള്ള കറുത്ത പാറക്കെട്ടുകൾ കണ്ടാൽ ഹോമർ ഇപ്പോൾ പറഞ്ഞ വെങ്കല മതിൽ പോലെ തന്നെ തോന്നും. കഴിഞ്ഞ 2000 വർഷങ്ങളായി ഒരൊറ്റ ദിവസം പോലും മുടങ്ങാതെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏക അഗ്നിപർവ്വതം കൂടിയാണ് ഇത്. പകൽ സമയത്ത് ഈ മലയുടെ മുകളിൽ നിന്നും ആകാശമുട്ടെ പുകയുരുന്നത് നമുക്ക് കാണാം. രാത്രിയായി കഴിയുമ്പോഴേക്കും ആ കാഴ്ച മാറും. പുകയ്ക്ക് പകരം മലയുടെ ഉച്ചിയിൽ നിന്നും തീപ്പൊരികളും ലാവയും തെറിച്ചു വീഴുന്നത് കിലോമീറ്ററുകൾ ദൂരെ കടലിൽ സഞ്ചരിക്കുന്നവർക്ക് പോലും കാണാൻ സാധിക്കും. പണ്ട് കാലത്ത് നാവികർക്ക് ദിശ കണ്ടുപിടിക്കാനുള്ള വഴിയായിരുന്നു ഈ വെളിച്ചം. അപകടകാരിയാണ് എന്ന് അറിഞ്ഞിട്ടും ഇന്നും ഈ അഗ്നിപർവ്വതത്തിന്റെ താഴ്വരയിൽ 2 ചെറിയ ഗ്രാമങ്ങളുണ്ട്. അവിടെ ഇന്നും ആളുകൾ വസിക്കുന്നുമുണ്ട്. എന്തായാലും കാറ്റുകളുടെ രാജാവായിട്ടുള്ള എയോളസ് രാജാവ് ഒഡീസിയസിനെ സ്നേഹത്തോടെ തന്നെയാണ് സ്വീകരിച്ചത്. 1 മാസത്തോളം അദ്ദേഹം ഒഡീസിയസിനെയും അനുചരന്മാരെയും കൊട്ടാരത്തിൽ താമസിപ്പിക്കുകയും ചെയ്തു. ട്രോജൻ യുദ്ധത്തിന്റെ കഥകൾ കേൾക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വലിയ താല്പര്യമായിരുന്നു. ഒടുവിൽ ഒഡീസിയസ് യാത്ര ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കാറ്റുകളുടെ രാജാവായിട്ടുള്ള എയോളസ് വിലമതിക്കാനാവാത്ത ഒരു സമ്മാനം അദ്ദേഹത്തിന് നൽകി. 9 വയസ്സുള്ള ഒരു കാളയുടെ തോലുകൊണ്ട് നിർമ്മിച്ച വലിയൊരു സഞ്ചി. ആ സഞ്ചിയിൽ സാധാരണ വായു ആയിരുന്നില്ല നിറച്ചിരുന്നത്. കടലിൽ നാശം വിതയ്ക്കുന്ന ഉഗ്രൻ കാറ്റുകളെ മുഴുവൻ ഈ ഇയോളസ് രാജാവ് അതിൻ്റെ ഉള്ളിൽ ബന്ധിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഒന്നും പുറത്തു പോകാത്ത വിധം വെള്ളി നൂലുകൾ കൊണ്ട് ആ സഞ്ചി കെട്ടിമുറുക്കി അദ്ദേഹം ഒഡീസിയസിന്റെ കപ്പലിൽ കൊണ്ടുവച്ചു. ഒഡീസിയസിന്റെ കപ്പലിനെ ഇത്താക്കയിലേക്ക് സുഖമായിട്ട് എത്തിക്കുവാൻ വേണ്ട സെഫിറസ് എന്ന പേരുള്ള സൗമ്യനായിട്ടുള്ള പടിഞ്ഞാറൻ കാറ്റിനെ മാത്രമാണ് അദ്ദേഹം പുറത്തേക്ക് വിട്ടത്. ഗ്രീക്ക് പുരാണങ്ങളിൽ കാറ്റുകളെല്ലാം വെറും പ്രകൃതി ശക്തികളല്ല, അവ ഓരോന്നും ഓരോ ദേവന്മാരാണ്. 4 ദിശകളിൽ നിന്നും വീശുന്ന 4 സഹോദരന്മാർ. ഇതില് പടിഞ്ഞാറൻ കാറ്റാണ് സെഫിറസ്. കാറ്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും സൗമ്യനും സുന്ദരനും പ്രണയിക്കാൻ പറ്റിയവനും സെഫിറസ് ആണ്. വസന്തകാലം വരുമ്പോഴേക്കും വീശുന്ന കുളിർക്കാറ്റാണ് ഇത്. പൂക്കളുടെ ദേവതയായിട്ടുള്ള ക്ലോറിസ് ആണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ. ഇദ്ദേഹം വീശുന്നിടത്തെല്ലാം പൂക്കൾ വിരിമെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഇന്നും ഇംഗ്ലീഷിൽ സഫർ എന്ന വാക്കിന് ഇളങ്കാറ്റ്, ജെന്റിൽ ബ്രീസ് എന്ന അർത്ഥം വന്നത്. ഒഡീസിയസ് ഇത്താക്കയിൽ എത്തുന്നവരെയും ഈ സഞ്ചി നീ തുറക്കരുത്, ഇതിലെ കെട്ട് അഴിക്കരുത്. കാറ്റുകളുടെ രാജാവായിട്ടുള്ള എയോലസ് കർശനമായിട്ട് തന്നെ നിർദ്ദേശിച്ചു. ആ സഞ്ചി അതീവ ശ്രദ്ധയോടെ തന്നെ ഒഡീസിയസ് തന്റെ കപ്പലിന്റെ അമരത്ത് കെട്ടിവെക്കുകയും ചെയ്തു. പിന്നീട് 9 രാവും പകലുകളും ആ കാറ്റിന്റെ സഹായത്തോടെ തന്നെയാണ് അവരുടെ കപ്പൽ മുന്നോട്ട് നീങ്ങിയത്. ഒഡീസിയസ് ഉറക്കത്തെ മാറ്റി നിർത്തി സ്വയം കപ്പലിന്റെ ചുക്കാൻ നിയന്ത്രിച്ചു. 10ാം ദിവസം ഇത്താക്കയുടെ മലനിരകൾ ദൂരെ തെളിഞ്ഞു വന്നു. കരയിലെ ആളുകൾ തീ കായുന്നുണ്ട്. ഒഡീസിയസിന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. എന്നാൽ ക്ഷീണം സഹിക്ക വയ്യാതെ ഒരല്പനേരത്തേക്ക് അദ്ദേഹം അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണുപോയി. അതൊരു വലിയ ദുരന്തത്തിന്റെ തുടക്കമായിരുന്നു. ഒഡീസിയസ് ഉറങ്ങുന്നത് കണ്ടപ്പോഴേക്കും കപ്പലിലെ നാവികർ തമ്മിൽ പിറുപിറുക്കുവാൻ തുടങ്ങി. തങ്ങൾ വെറും കൈയോടെയാണ് മടങ്ങുന്നതെന്നും എന്നാൽ ഒഡീസിയസിന്റെ പെട്ടിയിൽ നിറയെ സ്വർണവും വെള്ളിയുമാണെന്നുമാണ് അവർ കരുതിയത്. ഇപ്പോൾ ഇയോളസ് രാജാവും അദ്ദേഹത്തിന് വലിയൊരു സമ്മാനം നൽകിയിരിക്കുകയാണ്. ആ സഞ്ചിയിൽ നിറയെ സ്വർണമായിരിക്കുമെന്നാണ് അവർ തെറ്റിദ്ധരിച്ചത്. അത്യാഗ്രഹം മൂത്ത അവര് ആ വെള്ളി നൂലുകൾ സാവധാനം അങ്ങ് അഴിച്ചു. അടുത്ത നിമിഷം ഒരു വലിയ പൊട്ടിത്തെറിയോടെ സഞ്ചിയിലുണ്ടായിരുന്ന കൊടുങ്കാറ്റുകളെല്ലാം കൂടി ഒന്നിച്ച് പുറത്തേക്ക് ചാടി. പ്രത്യേകിച്ച് കുഴപ്പക്കാരായിട്ടുള്ള വടക്കം കാറ്റും തെക്കം കാറ്റും. അതോടെ അതുവരെയും ശാന്തമായിരുന്ന കടല് ആകെ ഇളകി മറിഞ്ഞു. ആകാശം കറുത്തു. ഇടിമുഴക്കം കൊണ്ട് കടല് വിറച്ചു. ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്ന ഒഡീസിയസ് കണ്ടത് തന്റെ കപ്പല് ചുഴലിക്കാറ്റിൽപ്പെട്ട് വട്ടം കറങ്ങുന്നതാണ്. മണിക്കൂറുകൾക്ക് മുമ്പ് കൺമുന്നിൽ കണ്ട സ്വന്തം നാട് കയ്യെത്തും ദൂരത്ത് നിന്ന് അതാ അകന്നകന്നു പോകുന്നു. അവർ എത്ര നിലവിളിച്ചിട്ടും കാര്യമില്ലായിരുന്നു.
പുറത്തു ചാടിയ കാറ്റുകൾ അവരെ ഒരു പന്ത് പോലെ അവിടെ നിന്നും തട്ടിത്തെറിപ്പിച്ച് ദിവസങ്ങൾ കൊണ്ട് തിരികെ എയോലിയ ദ്വീപിൽ തന്നെ കൊണ്ടങ്ങെത്തിച്ചു. ഗതികെട്ട ഒഡീസിയൂസ് വീണ്ടും സഹായം അപേക്ഷിച്ചുകൊണ്ട് കാറ്റുകളുടെ ദേവനായിട്ടുള്ള ഏവോളസ് രാജാവിന്റെ അരിയിലെത്തി. പക്ഷേ ഇത്തവണ ഏവോളസ് കോപിഷ്ഠനായിരുന്നു. ദൈവങ്ങളാൽ ശപിക്കപ്പെട്ടവനെന്ന് വിളിച്ചിട്ട് അദ്ദേഹം ഒഡീസിയൂസിനെ അവിടെ നിന്നും ആട്ടിപ്പായിച്ചു. അങ്ങനെ ഏവോളിസിന്റെ ദ്വീപിൽ നിന്നും ആട്ടി ഓടിക്കപ്പെട്ട ഒഡീസിയൂസും സംഘവും തകർന്നുപോയ ഹൃദയവുമായിട്ട് വീണ്ടും തുഴഞ്ഞു നീങ്ങി. കാറ്റില്ലാത്ത കടലില് 6 രാപ്പകലുകൾ അവർ വിശ്രമമില്ലാതെ തുഴഞ്ഞു. കൈകൾ പൊട്ടി ചോരയൊലിച്ചു. അവസാനം 7-ാം നാള് അവർ ഒരു പുതിയ തീരത്തെത്തി. ലേസ്ട്രിഗോണിയൻസ് എന്ന ഭീമന്മാര് രാക്ഷസന്മാര് വസിക്കുന്ന ടെലിപൈലോസ് എന്ന തീരമായിരുന്നു അത്. കാണാൻ അതിമനോഹരമായ എന്നാൽ അപകടം ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രകൃതിദത്ത തുറമുഖമായിരുന്നു ടെലിപൈലോസ്. കടലിൽ നിന്നും ഉള്ളിലേക്ക് അകത്തേക്ക് റാ പോലെ വളഞ്ഞിട്ട് ചുറ്റും കുത്തനെ നിൽക്കുന്ന പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു സ്ഥലം. മറ്റ് 11 ക്യാപ്റ്റന്മാരും ആ സുരക്ഷിതമായിട്ടുള്ള തുറമുഖത്തിന്റെ ഉള്ളിലേക്ക് തങ്ങളുടെ കപ്പലുകൾ സാവധാനം കൊണ്ടുപോയി അടുപ്പിച്ചു. എന്നാൽ ഒഡീസിയസിന് എന്തോ ഒരു അപകടം മണത്തു. അയാൾ മാത്രം തന്റെ കപ്പല് ആ തുറമുഖത്തിന് പുറത്ത് ഒരു പാറയിൽ കെട്ടിയിടുകയാണ് ചെയ്തത്. ശേഷം ഏതാണ് ആ സ്ഥലമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒഡീസിയസ് 3 ആളുകളെ കരയിലേക്ക് അയച്ചു. അവർ നടന്നു ചെന്നത് ഒരു ഉറവയുടെ അരികിലേക്കാണ്. അവിടെ അസാമാന്യ വലിപ്പമുള്ള അല്ലെങ്കിൽ ഉയരമുള്ള ഒരു പെൺകുട്ടി വെള്ളമെടുക്കുന്നുണ്ടായിരുന്നു. അവള് ആ നാട്ടിലെ രാജാവായിട്ടുള്ള ആന്റിഫാറ്റസിന്റെ മകളായിരുന്നു. എൻ്റെ അച്ഛൻ കൊട്ടാരത്തിലുണ്ട്, അങ്ങോട്ടേക്ക് ചെല്ലൂ എന്ന് പറഞ്ഞിട്ട് അവർക്ക് വഴി കാണിച്ചു കൊടുത്തു. കൊട്ടാരത്തിൽ ചെന്ന ദൂതന്മാര് വീണ്ടും ഞെട്ടി. ഒരു മലയോളം വലിപ്പമുള്ള രാജ്ഞിയാണ് അവിടെ ഇരിക്കുന്നത്. പേടിച്ചു വിറച്ച് അവര് പുറകോട്ട് മാറാൻ തുടങ്ങിയപ്പോഴേക്കും രാജാവ് ആന്റിഫാറ്റസ് കടന്നു വന്നു. അയാൾ പെട്ടെന്ന് ഈ വന്ന ദൂതന്മാരിൽ ഒരാളെ കയ്യിലിങ്ങെടുത്തു. എന്നിട്ട് പച്ചയ്ക്ക് കടിച്ചു കീറി തിന്നുവാൻ തുടങ്ങി. ബാക്കി 2 പേര് ജീവനും കൊണ്ട് ഓടി അവിടെ നിന്നും ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. പക്ഷേ ആന്റിഫാറ്റസിന്റെ അലർച്ച കേട്ടിട്ട് ആ നാട് മുഴുവൻ ഇളകി. അത് കേട്ട് ആയിരക്കണക്കിന് രാക്ഷസന്മാര് മലമുകളിലേക്ക് പാഞ്ഞെത്തി. അവരെല്ലാം അസാമാന്യ വലിപ്പമുള്ള ഭീമന്മാർ തന്നെയായിരുന്നു. ഇതേ സമയം താഴെ തുറമുഖത്ത് നിർത്തിയിട്ടിരുന്ന 11 കപ്പലുകൾക്കും ഒന്ന് അനങ്ങുവാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. മലമുകളിൽ നിന്നും രാക്ഷസന്മാര് വലിയ പാറക്കല്ലുകൾ ഈ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായിട്ട് എറിയാൻ തുടങ്ങി. സകല കപ്പലുകളും തകർന്ന് തരിപ്പണമായി. വെള്ളത്തിൽ വീണ സൈനികരെ ആ ഭീമന്മാര് മീൻ പിടിക്കുന്നത് പോലെ വലിയ കുന്തങ്ങളിൽ കോർത്തെടുക്കുന്ന കാഴ്ച കണ്ടിട്ട് തുറമുഖത്തിന് പുറത്തു നിന്നിരുന്ന ഒഡീസിയൂസ് ഞെട്ടിത്തരിച്ചു. തന്റെ പ്രിയപ്പെട്ടവർ മരിക്കുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ അയാൾക്ക് കഴിഞ്ഞുള്ളൂ. ഒടുവിൽ വാളെടുത്ത് കപ്പലിന്റെ കയറ് വെട്ടിമാറ്റി ഒഡീസിയൂസ് ഒരു വിധത്തിൽ തന്റെ കപ്പലുമായിട്ട് അവിടെ നിന്നും രക്ഷപ്പെട്ടു. അങ്ങനെ 600 പേരുമായിട്ട് യാത്ര തുടങ്ങിയ അയാൾക്ക് ഇപ്പോൾ ബാക്കിയായത് വെറും 50ഓളം പേരും ഒരു കപ്പലും മാത്രം. ഹോമർ നൽകിയ ഭൂമിശാസ്ത്രമായിട്ടുള്ള വിവരങ്ങൾ, അതായത് കുത്തനെ നിൽക്കുന്ന പാറക്കെട്ടുകൾ, ഇടുങ്ങിയ കവാടം, ഉള്ളിലെ ശാന്തമായ തടാകം പോലെ കിടക്കുന്ന ആ തുറമുഖം, ഇതൊക്കെ വെച്ച് നോക്കിക്കഴിയുമ്പോഴേക്കും ഇത് ഇന്ന് ഫ്രാൻസിന്റെ കീഴിലുള്ള കോഴ്സ് അഥവാ കോർസിക്ക ദ്വീപിലെ ബോണിഫാസിയ എന്ന സ്ഥലമാണ്. ചില പണ്ഡിതന്മാര് ഇത് ഇറ്റലിയിലെ ഫോർമിയ ആണെന്നും വാദിക്കാറുണ്ട്. അവിടെ ഇന്നും ലാസ്ട്രിഗോണിയൻസിന്റെ വീഞ്ഞ് എന്ന പേരിൽ ഒരു പ്രാദേശിക വീഞ്ഞ് നിർമ്മിക്കുന്നുണ്ട്. എങ്കിലും കാഴ്ചയില് ബോണിഫാസിയ തന്നെയാണ് ഹോമറിന്റെ വിവരണത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത്. ഈ വലിയ ദുരന്തത്തിന് ശേഷം ഒഡീസിയസിന്റെ അവശേഷിക്കുന്ന ഒരേ ഒരു കപ്പൽ ചെന്നെത്തിയത് നിഗൂഢമായ ഈയ എന്ന ദ്വീപിലാണ്. ഓർക്കുക, പഴയ ഗ്രീക്ക്, പിന്നെ പുതിയ ഗ്രീക്ക്, പിന്നെ ഇംഗ്ലീഷ്, ഇതിലെല്ലാം എല്ലാ സ്ഥലങ്ങൾക്കും പേരുകൾക്കും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ഉച്ചാരണങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് ഇവിടെ പറയുന്ന ചില പേരുകൾ ഇങ്ങനെയല്ല എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഒഡീസിയസ് ഇപ്പോൾ ചെന്നെത്തിയിരിക്കുന്ന ഇയ്യ എന്ന് പറഞ്ഞ ആ ദ്വീപിലെ കാട്ടില് മെരിഞ്ഞ സിംഹങ്ങളും ചെന്നായ്ക്കളുമാണ് കാവല് നിൽക്കുന്നത്. അവിടെ ഒരു കൊട്ടാരവുമുണ്ട്. അതിന്റെ ഉള്ളിൽ മനോഹരമായിട്ട് പാട്ടുപാടി തുണി നെയ്തുകൊണ്ടിരിക്കുന്ന സെർസി എന്ന മന്ത്രവാദിനിയാണ് താമസിക്കുന്നത്. സത്യത്തില് ഇന്ന് ഇതൊരു ദ്വീപല്ല, മറിച്ച് കരയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു മുനമ്പാണ്, പെനിൻസുലയാണ്. മോണ്ടെ സിർച്ചിയോ എന്നാണ് ഇപ്പോഴത്തെ പേര്. ഇറ്റലിയിൽ റോമിന് തെക്ക് ലാത്തീന എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പണ്ട് ഈ മലയ്ക്ക് ചുറ്റും ചതുപ്പ് നിലങ്ങളായിരുന്നു. അതുകൊണ്ട് ദൂരെ കടലിൽ നിന്ന് നോക്കിക്കഴിയുമ്പോഴേക്കും ഇതൊരു ഒറ്റപ്പെട്ട ദ്വീപായിട്ടാണ് തോന്നിയിരുന്നത്. നരഭോജികളിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒഡീസിയസിന്റെ ഏക കപ്പൽ വന്നെത്തിയിരിക്കുന്നത് വിജനമായ ഈ ദ്വീപിലാണ്. ക്ഷീണം കൊണ്ട് 2 ദിവസം അവര് കപ്പലിൽ തന്നെ വിശ്രമിച്ചു. 3-ാം നാള് ദ്വീപിൽ നിന്നും പുക ഉയരുന്നത് കണ്ടിട്ട് ആ ദിശയിലേക്ക് ഒഡീസിയസ് 22 പേരുള്ള ഒരു സംഘത്തെ അയച്ചു. ഒഡീസിയസിന്റെ അളിയനായിട്ടുള്ള യൂറിലോക്കസ് ആയിരുന്നു ആ സംഘത്തിന്റെ തലവൻ. കാടിന്റെ നടുവില് മിനുസമായിട്ടുള്ള കല്ലുകൾ കൊണ്ട് പണിത മനോഹരമായ ഒരു കൊട്ടാരമാണ് അവര് കണ്ടത്. പക്ഷേ അവരെ ശരിക്കും അത്ഭുതപ്പെടുത്തിയത് അതായിരുന്നില്ല. ആ കൊട്ടാരത്തിന് ചുറ്റും നിറയെ സിംഹങ്ങളും ചെന്നായ്ക്കളും ഉണ്ടായിരുന്നു. അവരെ കണ്ടതും ആ വന്യമൃഗങ്ങൾ അലറി വിളിച്ചുകൊണ്ട് പാഞ്ഞെടുത്തു. പേടിച്ചു വിറച്ചു പോയ നാവികര് കണ്ണുകൾ ഇറുക്കിയടിച്ചു. എന്നാൽ ആ മൃഗങ്ങൾ അവരെ ആക്രമിക്കാൻ തുനിഞ്ഞതേയില്ല. പകരം യജമാനനെ കണ്ട നായ്ക്കളെ പോലെ അവ വാലാട്ടി
നാവികരുടെ കാലിൽ ഉരസുവാനും മുഖം നക്കുവാനും തുടങ്ങി. അവ ശരിക്കുള്ള മൃഗങ്ങളായിരുന്നില്ല, മറിച്ച് ഈ സെർസി എന്ന മന്ത്രവാദിനി മൃഗങ്ങളാക്കി മാറ്റിയ പാവം മനുഷ്യരായിരുന്നു. ഉടൻ തന്നെ അകത്തുനിന്നും മനോഹരമായ ഒരു പാട്ട് കേട്ടു. അത് കേട്ടിട്ട് അവർ ആ വാതിലിൽ ഒന്ന് മുട്ടി. സ്വർണ്ണ മുടിയുള്ള അതിസുന്ദരിയായിട്ടുള്ള സെർസി വാതിൽ തുറന്ന് അവരെ സ്നേഹത്തോടെ അകത്തേക്ക് ക്ഷണിച്ചു. എന്നാൽ എന്തോ പന്തികേട് തോന്നിയ യൂറിലോക്കസ് മാത്രം അകത്ത് കയറാതെ ജനാലയിലൂടെ നോക്കി നിന്നു. സെർസി അവർക്ക് ഇരിക്കുവാൻ വേണ്ടുന്ന സ്വർണ്ണ കസേരകളൊക്കെ നൽകി. രുചികരമായ ഭക്ഷണവും വീഞ്ഞും ഒക്കെ വിളമ്പി. വിശന്ന അവസരമായിട്ടുള്ള നാവികര് അതെല്ലാം ആർത്തി പിടിച്ചങ്ങ് കഴിച്ചു. എന്നാൽ ആ വീഞ്ഞില് അവൾ ഒരു മാന്ത്രിക മരുന്ന് ചേർത്തിട്ടുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചതും സെർസി തന്റെ കയ്യിലുണ്ടായിരുന്ന മാന്ത്രിക വടി ഒന്ന് വീശി, എന്നിട്ട് ആജ്ഞാപിച്ചു, എല്ലാവരും പന്നികളായി മാറട്ടെ. നിമിഷ നേരം കൊണ്ട് അവരുടെ രൂപം മാറി. കൈകാലുകൾ കുളമ്പുകളായി, മൂക്ക് പന്നിയുടെ പോലെയായി മാറി. സംസാരശേഷി നഷ്ടപ്പെട്ട് അവർ പന്നികളെപ്പോലെ മുക്കറിയിടുവാൻ തുടങ്ങി. സെർസി അവരെ തൊഴിച്ചു മാറ്റിയിട്ട് പുറത്തുള്ള പന്നിക്കൂട്ടിൽ കൊണ്ടുചെന്ന് അടച്ചു. സത്യത്തിൽ ആ പന്നികൾക്ക് മനുഷ്യരുടെ ബുദ്ധിയും ഓർമ്മശക്തിയും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ശരീരം പന്നിയുടേതാണ് എന്ന് മാത്രം. ഭയാനകമായ ആ കാഴ്ച കണ്ട് ഭയന്നോടിയ യൂറിലോക്കസ് ഒഡിയൂസിന്റെ അരികിലെത്തിയിട്ട് കാര്യം പറഞ്ഞു. അത് കേട്ട് സുഹൃത്തുക്കളെ രക്ഷിക്കുവാൻ വാളുമെടുത്തിറങ്ങിയ ഒഡിയൂസിസ് വഴിയിൽ വെച്ചിട്ട് ഹെർമിസ് ദേവനെ കണ്ടുമുട്ടി. ഹെർമിസ് ഒഡിയൂസിന് ഒരു പച്ച മരുന്ന് കൊടുത്തു, മൂളി. ഇത് കഴിച്ചാൽ സെർസിയുടെ മാന്ത്രിക വിദ്യ നിങ്ങളിൽ ഫലിക്കില്ല. അങ്ങനെ കൊട്ടാരത്തിലെത്തിയ ഈ ഒഡിയൂസിന് സെർസി പഴയതുപോലെ തന്നെ വിഷം കലർത്തിയ ആ വീഞ്ഞ് കുടിക്കുവാൻ കൊടുത്തു. ഒഡിയൂസിസ് അത് ധൈര്യത്തോടെ വാങ്ങി കുടിക്കുകയും ചെയ്തു. ശേഷം അവൾ ചിരിച്ചുകൊണ്ട് തന്റെ മാന്ത്രിക വടി ഒന്ന് വീശി. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അടുത്ത നിമിഷം ഒഡിയൂസിസ് വാൾ ഉരിക്കൊണ്ട് അവളുടെ നേർക്ക് പാഞ്ഞു ചെന്നു. ഭയന്നുപോയ സെർസി ഒഡിയൂസിന്റെ കാലിൽ വീണ് മാപ്പിരുന്നു. ഒഡിയൂസിന്റെ ആജ്ഞപ്രകാരം അവൾ നാവികരെ വീണ്ടും മനുഷ്യരാക്കി മാറ്റി. പിന്നീട് ഒരു വർഷക്കാലം അവര് സെർസിയുടെ അതിഥികളായിട്ട് അവിടെ രാജകീയമായിട്ട് തന്നെ അങ്ങ് ജീവിച്ചു. പക്ഷേ അവിടെ നിന്നും മടങ്ങുവാൻ നേരമാണ് സെർസി ഞെട്ടിക്കുന്ന ഒരു കാര്യം പറഞ്ഞത്. ഒഡീസിസ്, നിങ്ങൾക്ക് നേരെ വീട്ടിലേക്ക് പോകാൻ സാധിക്കില്ല. നിങ്ങൾ ആദ്യം പോകേണ്ടത് മരിച്ചവരുടെ ലോകത്തേക്കാണ്. അവിടെ ചെന്നിട്ട് ടൈറീസിയസ് എന്ന അന്ധനായ പ്രവാചകന്റെ ആത്മാവിനെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത്താക്കയിലേക്കുള്ള ശരിയായ വഴി അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ സെർസിയുടെ ദ്വീപിൽ നിന്ന് അവർ കപ്പൽ തിരിച്ചു. കാറ്റ് പിന്നെ അവരെ കൊണ്ടുപോയത് ലോകത്തിന്റെ അറ്റത്തേക്കാണ്. അവർ ചെന്ന് എത്തിയത് ഭൂമിയുടെ അതിർത്തിയിലുള്ള സൂര്യപ്രകാശം വീഴാത്ത സിമേറിയൻസ് എന്ന നാടോടികളുടെ ദേശത്താണ്. അവിടെ 2 നദികൾ ഒന്നിച്ച് കടലിൽ ചേരുന്ന ഒരു സ്ഥലത്ത് അവർ കപ്പൽ അടുപ്പിച്ചു. സെർസി പറഞ്ഞതുപോലെ ഒഡീസിയസ് കരയിലിറങ്ങിയിട്ട് അവിടെ ഒരു കുഴി തോണ്ടി. മരിച്ചവരെ പ്രീതിപ്പെടുത്തുവാനായിട്ട് അതിലേക്ക് തേനും പാലും വീഞ്ഞും ഒഴിച്ചു കൊടുത്തു. ഒടുവിൽ സെർസി നൽകിയ കറുത്ത ആടുകളെ അവിടെ ബലി കൊടുക്കുകയും ചെയ്തു. ആടുകളുടെ കഴുത്തിൽ നിന്നും ചുടുരക്തം ആ കുഴിയിലേക്ക് ഒഴുകിയിറങ്ങി. ആ ചോരയുടെ ഗന്ധം പരന്നതും ഭയാനമായ കാഴ്ചകൾക്ക് തുടക്കമായി. മരിച്ചുപോയവരുടെ ആത്മാക്കൾ ദാഹിച്ചു വലിഞ്ഞ കൊതുകുകളെപ്പോലെ ചോര കുടിക്കാനായിട്ട് കൂട്ടത്തോടെ പാതാളത്തിൽ നിന്നും ഉയർന്നു വന്നു. യുദ്ധത്തിൽ മരിച്ച പടയാളികൾ, വയോധികര്, വിവാഹം കഴിക്കും മുമ്പേ മരിച്ച യുവതികൾ, ഭയാനകമായ അലർച്ചയോടെ അവർ ചോരക്കുഴിക്ക് ചുറ്റിനും വട്ടമിട്ടു. ഭയം കൊണ്ട് ഒഡീസിയസിന്റെ രക്തം മരവിച്ചുപോയി. എങ്കിലും തന്റെ വാൾ ഉറയിൽ നിന്ന് ഊരിപ്പിടിച്ച് അദ്ദേഹം ആ പ്രേതങ്ങളെ അകറ്റി നിർത്തി. പ്രവാചകനായ ടൈറീസീസ് വരുന്നത് വരെയും ആരെയും ചോര കുടിക്കാനായിട്ട് അദ്ദേഹം അനുവദിച്ചില്ല. ഇതിനിടെ ചുറ്റിനും കൂടിയ പ്രേതങ്ങളുടെ ഇടയിൽ നിന്നും ഒഡീസിയസിന് പരിചയമുള്ള ഒരാളെ കണ്ടു. അത് എൽപിനോർ എന്ന സുഹൃത്തായിരുന്നു. സെർസിയുടെ ദ്വീപിൽ വെച്ചിട്ട് മദ്യലഹരിയിൽ മേൽക്കൂരിൽ നിന്നും വീണു മരിച്ച സ്വന്തം നാവികൻ. തിരക്കിന്റെ ഇടയിൽ അവനെ സംസ്കരിക്കാനായിട്ട് അവർ മറന്നുപോയിരുന്നു. ശരീരം കത്തിക്കണം, എനിക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്യണം എന്ന് അയാളുടെ ആത്മാവ് കരഞ്ഞ് അപേക്ഷിച്ച് കഴിഞ്ഞപ്പോഴേക്കും തിരിച്ചെത്തിയാൽ അത് ചെയ്യാമെന്ന് ഒഡീസിസ് വാക്ക് നൽകി. ഒടുവിൽ ഒരു സ്വർണ്ണ വടിയുമായിട്ട് അന്ധനായ ടൈറീസിന്റെ ആത്മാവ് വന്നു. അദ്ദേഹം കുഴിയിലെ രക്തം കുടിച്ചു. അതോടെ അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള ശേഷി കിട്ടി. ഉടൻ തന്നെ അദ്ദേഹം ഒഡീസിയസിനോട് പറഞ്ഞു, മടക്കയാത്ര ദുഷ്കരമാണ്. സമുദ്രദേവൻ പൊസൈഡൻ കാത്തിരിക്കുന്നു. എങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ചാൽ രക്ഷപ്പെടാം. ത്രിനേഷ്യ എന്ന ദ്വീപിൽ എത്തിക്കഴിയുമ്പോഴേക്കും അവിടെയുള്ള സൂര്യദേവന്റെ വിശുദ്ധമായിട്ടുള്ള കന്നുകാലികളെ നീ തൊട്ടുപോകരുത്. അവയെ ഉപദ്രവിച്ചാൽ കപ്പലും കൂട്ടുകാരും ഒക്കെ നശിക്കും. ഒഡീസിയസ് മാത്രം പരസഹായത്തോടെ ഒരു അന്യനാട്ടുകാരനെ പോലെ വീട്ടിലെത്തും. പക്ഷെ അവിടെയും കാത്തിരിക്കുന്നത് കുഴപ്പങ്ങളായിരിക്കും. അവസാനം ഈ കാണുന്ന കടല്, അതിൽ നിന്ന് തന്നെയായിരിക്കും നിന്റെ മരണവും കടന്നു വരുന്നത്. ഇത്രയും പറഞ്ഞിട്ട് ടൈറീസിസ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഒഡീസിയസ് മറ്റൊരാത്മാവിനെ കണ്ടു. അത് കണ്ടതും അദ്ദേഹത്തിന്റെ നെഞ്ച് തകർന്നുപോയി. അത് ആന്റിക്ലിയായിരുന്നു, അദ്ദേഹത്തിന്റെ അമ്മ. യുദ്ധത്തിന് പോരുമ്പോഴേക്കും അമ്മ ജീവനോടെ ഉണ്ടായിരുന്നു. ഒഡീസിയസ് അമ്മയെ വിളിച്ചു. രക്തം കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. എങ്ങനെ ഈ ഇരുണ്ട ലോകത്തെത്തിയെന്നും ഇതുവരെ വീട്ടിൽ പോയില്ലേ എന്നും ഒക്കെ അമ്മ അദ്ദേഹത്തോട് ചോദിച്ചു. ഞാൻ തിരികെ പോകുന്ന വഴിയാണ്. അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്?
എനിക്ക് അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല. നിന്നെ കാണാത്തതിൻ്റെ സങ്കടവും ഓർമ്മകളുമാണ് എൻ്റെ ജീവനെടുത്തത്. നിന്റെ അച്ഛൻ ഇപ്പോഴും വയലിലെ കുടിലിൽ കീറത്തുണിയും ഉടുത്തുകൊണ്ട് മകനെയും കാത്ത് ചാരത്തിൽ കിടന്ന് ഉറങ്ങുകയാണ്. ഇത് കേട്ട് സങ്കടം സഹിക്കവയ്യാതെ ഒഡീസിയസ് അമ്മയെ കെട്ടിപ്പിടിക്കാനായിട്ട് കൈകൾ നീട്ടി. എന്നാൽ കൈകൾ വായുവിലൂടെ കടന്നു പോവുകയാണ് ചെയ്തത്. അതൊരു നിഴൽ മാത്രമായിരുന്നു. ഇതിനുശേഷം അവിടെ വെച്ച് ആഗമമ്നോണിൻ്റെയും അക്കിലീസിൻ്റെയും ആത്മാക്കളെ അദ്ദേഹം കണ്ടു. മരണശേഷം പാതാളത്തിലെ രാജാവാകുന്നതിനേക്കാൾ ഭേദം ഭൂമിയിൽ ഒരു ദരിദ്ര കർഷകന്റെ അടിമയായി ജീവിക്കുന്നതാണ് എന്നാണ് അക്കിലീസ് സങ്കടത്തോടെ പറഞ്ഞത്. സ്വന്തം ഭാര്യയായി കൊല്ലപ്പെട്ട ആഗമനോൺ നൽകിയ ഉപദേശം മറ്റൊന്നായിരുന്നു. ഒഡീസിയസ്, നീ ഒരിക്കലും ഒരു സ്ത്രീയെയും പൂർണ്ണമായിട്ടും വിശ്വസിക്കരുത്. സ്വന്തം ഭാര്യയോട് പോലും രഹസ്യങ്ങൾ മുഴുവനായിട്ട് പറയരുത്. കപ്പൽ രഹസ്യമായിട്ട് നാട്ടിലെത്തിക്കുക. അപ്പോഴേക്കും പാതാളത്തിലെ നിലവിളികൾ ഉച്ചത്തിലായി. ആയിരക്കണക്കിന് ആത്മാക്കൾ ഭയാനകമായ ശബ്ദത്തോടെ അടുത്തേക്ക് വരുന്നത് കണ്ട് ഭയന്നുപോയ ഒഡീസിയസ് അതിവേഗം തൻ്റെ കപ്പലിലേക്ക് ഓടിക്കയറി. അങ്ങനെ ഒരു വിധത്തിൽ മരിച്ചവരുടെ ലോകത്തു നിന്നും ജീവനും കൊണ്ട് അവർ അകലേക്ക് തുഴഞ്ഞു നീങ്ങി. പാതാളത്തിൽ നിന്നും തിരിച്ചെത്തിയ ഒഡീസിയസിന് സെർസി അടുത്ത മുന്നറിയിപ്പ് കൊടുത്തു. നിങ്ങളുടെ വഴിയിൽ സൈറണുകൾ ഉണ്ട്. പൂക്കൾ വിരിച്ച പുൽത്തകിടിയിലിരിക്കുന്ന സുന്ദരികളാണ് ഈ സൈറൻസ്. പക്ഷെ അവർ പാടുന്നത് മരണത്തിൻ്റെ പാട്ടാണ്. ആ പാട്ട് കേൾക്കുന്ന ഒരു നാവികനും പിന്നെ ഭാര്യയെയും മക്കളെയും കാണാൻ സാധിക്കില്ല. അവർ അടിമകളെ പോലെ ഇവരുടെ ദ്വീപിലേക്ക് പോകും. അങ്ങനെ ചെന്നവരുടെ അഴുകിയ എല്ലുകൾ അവിടെ കൂമ്പാരമായിട്ട് ഇപ്പോഴും കിടപ്പുണ്ട്. അതുകൊണ്ട് ഒഡീസിയസ്, നീ നിന്റെ സൈനികരുടെ ചെവിയിൽ മെഴുകുരുക്കി ഒഴിക്കണം. അവർ ആ പാട്ട് കേൾക്കാനേ പാടില്ല. പക്ഷേ നിനക്ക് ആ പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിന്നെ കപ്പലിന്റെ കൊടിമരത്തിൽ കെട്ടിയിടുവാൻ പറയുക. പാട്ട് കേട്ട് നീ കെട്ടഴിക്കാൻ പറഞ്ഞാൽ അവർ നിന്നെ കൂടുതൽ വരിഞ്ഞു മുറുക്കണം. ഇന്നത്തെ സിനിമകളിലും ചിത്രങ്ങളിലും ഒക്കെ നമ്മൾ ഈ സൈറണുകളെ നമ്മൾ കാണുന്നത് അതിമനോഹരമായിട്ടുള്ള മത്സ്യകന്യകളായിട്ടാണ്. പക്ഷെ ഹോമറിന്റെ കാലത്ത് ഹോമർ എഴുതി വെച്ചിരിക്കുന്ന സൈറണുകൾ, ഈ സൈറൻസ് പാതി സ്ത്രീയും പാതി പക്ഷിയും ചേർന്ന ഭീകര രൂപികളായിരുന്നു. മനുഷ്യന്റെ തലയും പക്ഷിയുടെ ഉടലും വലിയ ചിറകുകളും കൂർത്ത നഖങ്ങളുമുള്ള കഴുകന്മാരെ പോലെ ഇരിക്കുന്ന ജീവികൾ. പിന്നീടുള്ള നൂറ്റാണ്ടുകളിലാണ് ചിത്രകാരന്മാർ അവയെ വരച്ച് മത്സ്യകന്യകളാക്കി മാറ്റിയത്. എങ്ങനെയാണ് ഇവരുണ്ടായത് എന്നത് മറ്റൊരു ചെറിയ കഥയാണ്. പുരാണങ്ങൾ പറയുന്നത് ഇവർ നദിയിലെ ദേവനായിട്ടുള്ള അക്കലോസിന്റെ മക്കളായിരുന്നു എന്നാണ്. വസന്തത്തിന്റെ ദേവിയായിട്ടുള്ള പെർസിഫോണിയുടെ ഉറ്റ തോഴിമാരായിരുന്നു ഇവര്. ഒരിക്കല് ഈ പാതാളത്തിന്റെ രാജാവായിട്ടുള്ള ഹേദീസ് പെർസിഫോണിയെ തട്ടിക്കൊണ്ടുപോയി. ആ സമയത്ത് ഈ പെർസിഫോണിയെ രക്ഷിക്കാനായിട്ട് ഇവർക്ക് കഴിഞ്ഞില്ല. അതിന്റെ ശവമായിട്ടാണ് ഇവർക്ക് ഈ വിചിത്ര രൂപം കിട്ടിയത് എന്നാണ് കഥ. അങ്ങനെ അവസാനം അവര് മനുഷ്യരെ വെറുക്കുന്ന, പാട്ടിലൂടെ വശീകരിച്ച് കൊല്ലുന്ന രാക്ഷസികളായിട്ട് മാറി. അങ്ങനെ ഒഡീസിയസിന്റെ കപ്പല് ഈ സൈറണുള്ള ദ്വീപിലേക്ക് നീങ്ങി. പെട്ടെന്ന് കാറ്റ് നിലച്ചു. വല്ലാത്തൊരു നിശബ്ദത. ഒഡീസിയസ് ഒരു വലിയ മെഴുകുകട്ട എടുത്ത് ചെറുതായിട്ട് മുറിച്ചിട്ട് അത് കൈവേളയിട്ട് തിരുമ്മിയിട്ട് ചൂടാക്കി കുഴച്ച് ഓരോ സൈനികന്റെയും ചെവിയിൽ തിരികെ കയറ്റി. എന്നിട്ട് തന്നെ കപ്പലിനെ നടുവിലുള്ള ആ വലിയ തൂണിൽ ആ പൈമരത്തോട് ചേർന്നിട്ട് കെട്ടി നിർത്താൻ വേണ്ടിയിട്ട്, കൈയും കാലും ഒക്കെ അനക്കാത്ത വിധം കെട്ടി നിർത്താൻ വേണ്ടിയിട്ട്, കയറുകൊണ്ട് കെട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ള ആളുകളോട് ആംഗ്യം കാണിച്ചു. അങ്ങനെ കപ്പൽ മുന്നോട്ട് നീങ്ങി. ഉടൻ തന്നെ ദൂരദ്വീപിൽ നിന്നും വിചിത്രമായിട്ടുള്ളൊരു ഗാനം ഒഴുകി വരുവാൻ തുടങ്ങി. അതൊരു സാധാരണ പാട്ടായിരുന്നില്ല. ഒഡീസിയസിന്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന പാട്ടായിരുന്നു അത്. അവർ പാടിയത് ഇതാണ്: ഇതിഹാസ നായകനായ ഒഡീസിയസ്, നീ ഞങ്ങളുടെ അരികിലേക്ക് വരിക. യുദ്ധവീരന്മാരുടെ എക്കാലത്തെയും വലിയ അഭിമാനമായിട്ടുള്ള ഒഡീസിയസ്, ട്രോയുടെ വിശാലമായിട്ടുള്ള യുദ്ധഭൂമിയിൽ വിധിയുടെ വിളയാട്ടത്തിൽ നിങ്ങൾ അനുഭവിച്ചതെല്ലാം, ആ സകല വേദനകളും വിജയങ്ങളും ഞങ്ങൾക്ക് മനഃപ്പാടമാണ്. ഈ ഭൂമിയിൽ നടക്കുന്നതും നടക്കാതിരിക്കുന്നതുമായിട്ടുള്ള സകല രഹസ്യങ്ങളും ഞങ്ങളുടെ നാവിലുണ്ട്. വരൂ, ഈ പ്രപഞ്ച സത്യങ്ങൾ നിനക്ക് ഞങ്ങൾ പറഞ്ഞു തരാം. തേൻതുള്ളി പോലെ മധുരിക്കുന്ന ഈ ഗാനം കേൾക്കാതെ, ആനന്ദത്തിന്റെ പരകോടി അറിയാതെ ഇന്ന് വരെ ഒരു കപ്പലും ഇതുവഴി കടന്നുപോയിട്ടില്ല. വരൂ, കേൾക്കൂ, ജ്ഞാനിയായി മടങ്ങൂ. പക്ഷെ ചെവിയിലും മെഴുകുകൊണ്ട് അടച്ച സൈനികർ ഇതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഒഡീസിയസിന്റെ വെപ്രാളം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ രണ്ടുപേര് ഓടിവന്ന് അവനെ കൂടുതൽ ബലമുള്ള കയറുകൊണ്ട് ഒന്നുകൂടി വരിഞ്ഞു കെട്ടി. അതോടെ ഒഡീസിയസ് വേദന കൊണ്ട് പുളഞ്ഞു. തന്നെ അഴിച്ചുവിടണമെന്ന് അവരെ ഭീഷണിപ്പെടുത്തി. പക്ഷെ കപ്പൽ മുന്നോട്ട് തന്നെ പോയി. ക്രമേണ പാട്ടിന്റെ ശബ്ദം മെല്ലെ മെല്ലെ കുറഞ്ഞു വന്നു. ഒടുവിൽ അത് പൂർണ്ണമായും കേൾക്കാതായി. അപകടം ഒഴിഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സൈനികര് ചെവിയിലെ മെഴുക് എടുത്തു മാറ്റി. ഒഡീസിയസിന്റെ കെട്ടുകൾ അഴിച്ചുവിട്ടു. അങ്ങനെ ആ കെണിയിൽ നിന്നും അവർ രക്ഷപ്പെട്ടു. ഈ ദ്വീപ് ഇറ്റലിയിലെ കാപ്രി ദ്വീപിനടുത്തുള്ള ലിഗാലി അഥവാ ലെ സൈറനസ് എന്ന ദ്വീപുകളാണ് എന്നാണ് കരുതപ്പെടുന്നത്. ഇന്നും ഈ പേരിൽ തന്നെയാണ് ഈ ദ്വീപുകൾ അറിയപ്പെടുന്നത്. എന്നാൽ ഇതിലും വലിയൊരു അപകടം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സൈറൻസിനെ മറികടന്നപ്പോൾ ദൂരെ നിന്നും പുകയും തിരമാലകളുടെ അലർച്ചയും കേട്ടു തുടങ്ങി. കപ്പല് വീതി കുറഞ്ഞ ഒരു കടലിടുക്കിലേക്ക് പ്രവേശിക്കുകയാണ്. വലത്തുവശത്ത് കാണുന്ന പാറക്കെട്ടിലെ ഇരുണ്ട ഗുഹയിൽ താമസിക്കുന്ന രാക്ഷസിയാണ് സ്കില്ല അല്ലെങ്കിൽ സില്ല. അവൾക്ക് 12 കാലുകളും പാമ്പിനെ പോലെ നീളമുള്ള 6 കഴുത്തുകളുമാണ് ഉള്ളത്.
ഗുഹയ്ക്ക് താഴെ കൂടെ പോകുന്ന കപ്പലുകളിലേക്ക് അവള് 6 തലകളും താഴ്ത്തിയിട്ട് 6 നാവികരെ വീതം കൊത്തിയെടുക്കും. കടലിന്റെ മറുവശത്ത് ജീവനുള്ള ഒരു ചുഴിയാണ് ഉള്ളത്. പേര് കറീബ്ഡിസ്. ദിവസത്തിൽ 3 തവണ ആ ഭീമൻ ചുഴി കടൽ വെള്ളം മുഴുവൻ വീഴുങ്ങും. പിന്നീട് 3 തവണ അത് വലിയ ചീറ്റലോടെ പുറത്തേക്ക് തുപ്പും. ആ സമയത്ത് അതുവഴി പോയാൽ കപ്പൽ അപ്പാടെ അത് വിഴുങ്ങിക്കളയും. ചുരുക്കത്തില് ചെകുത്താനും കടലിന്റെയും ഇടയിലൂടെ വേണം അവർക്ക് ഇനി മുന്നോട്ടേക്ക് നീങ്ങുവാൻ. ഒരു വശത്ത് സില്ല എന്ന രാക്ഷസി, മറുവശത്ത് കറീബ്ഡിസ് എന്ന രാക്ഷസ ചുഴി. ഇതില് ഏതിന്റെ അരിയിലൂടെ പോകണം എന്നതായിരുന്നു ഒഡീസിയസിന്റെ പ്രശ്നം. എന്നാൽ സെർസി ഒഡീസിയസിന് കൊടുത്ത ഉപദേശം ഇതായിരുന്നു: നീ സില്ലയുടെ അടുത്തുകൂടി വേണം പാറയോട് ചേർന്ന് വേണം കപ്പൽ ഓടിക്കാനായിട്ട്. അതാകുമ്പോഴേക്കും നിനക്ക് 6 സൈനികരെ മാത്രമാണ് നഷ്ടമാവുക. മറിച്ച് കരീഡിബ്സ് എന്ന് പറഞ്ഞ ആ ചുഴിയുടെ അരികിലേക്കാണ് പോകുന്നതെങ്കിൽ നിന്റെ കപ്പൽ മുഴുവനായി തകർന്നിട്ട് എല്ലാവരും മരിക്കും. എല്ലാവരും മരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ 6 പേര് മാത്രമായിട്ട് മരിക്കുന്നത്? ഇവിടെ ഒഡീസിയസ് ശരിക്കും ധർമ്മസങ്കടത്തിലായി. അദ്ദേഹം ഇക്കാര്യം തന്റെ സൈനികരോട് പറഞ്ഞില്ല. നമ്മളിൽ 6 പേര് ഇപ്പോൾ മരിക്കും എന്ന് പറഞ്ഞാൽ അവർ പേടിച്ചിട്ട് കപ്പലിന്റെ അടിത്തട്ടിൽ പോയി വിളിക്കും. അങ്ങനെ വന്നാൽ കപ്പൽ നിയന്ത്രണം വിട്ടിട്ട് എല്ലാവരും മരിക്കുകയും ചെയ്യും. ഈ സമയത്ത് നാവികര് മറുവശത്തുള്ള കരീബ്ഡിസിനെ പേടിച്ചിട്ട് ചുഴിയിലേക്ക് നോക്കിയാണ് കപ്പൽ ഓടിച്ചിരുന്നത്. ആ ചുഴി തിളച്ചു മറിയുന്നതും വെള്ളം തുപ്പുന്നതും കണ്ടിട്ട് സൈനികർ പേടിച്ചു വിറച്ചു. ആരും ശ്രദ്ധിക്കാത്ത ആ നിമിഷം മറുവശത്ത് സില്ല തന്റെ ഗുഹയിൽ നിന്നും 6 കഴുത്തുകളും താഴേക്ക് നീട്ടി. ഒഡീസിയസിന്റെ കപ്പലിലെ ഏറ്റവും കരുത്തരായ 6 നാവികരെയാണ് അവൾ റാഞ്ചിയെടുത്തത്. മീൻപിടുത്തക്കാരൻ ചൂണ്ടയിട്ട് മീനിനെ വലിച്ചെടുക്കുന്നത് പോലെയാണ് സില്ല അവരെ ആകാശത്തേക്ക് ഉയർത്തിയത്. വായുവിൽ കിടന്ന് അവർ കൈകാലിട്ട് അടിച്ചു. ഗുഹയുടെ ഇരുട്ടിലേക്ക് മറയുന്നതിന് തൊട്ടു മുമ്പ് അവർ ഒഡീസിയസിനെ നോക്കി ഉറക്കെ നിലവിളിച്ചു. ഗുഹയുടെ പുറത്ത് വെച്ച് തന്നെ അവള് അവരെ പച്ചയ്ക്ക് തിന്നുകളഞ്ഞു. അവരുടെ നിലവിളി താഴെ നിസ്സഹായനായിട്ട് നിൽക്കുന്ന ഒഡീസിയസ് കേൾക്കുന്നുണ്ടായിരുന്നു. ഒന്നും ചെയ്യാൻ കഴിയാതെ ബാക്കിയുള്ളവരുമായിട്ട് അയാള് കപ്പല് മുന്നോട്ടേക്ക് എടുത്തു. ഇറ്റലിക്കും സിസിലിക്കും ഇടയിലുള്ള മെസീന കടലിലേക്കാണ് ഈ സ്ഥലം. ഇവിടെ ഇന്നും ശക്തമായിട്ടുള്ള അടിയൊഴുക്കുകളും ചുഴികളും ഒക്കെയുണ്ട്. ഇതാണ് ഹോമർ പറയുന്ന കരീബ്ഡിസ്. അതുപോലെ ഇറ്റാലിയൻ തീരത്ത് മറുവശത്ത് റഫേൽ എന്നു പേരുള്ള ഒരു വലിയ പാറക്കെട്ടുണ്ട്. ഇതാണ് സില്ല. പുരാതന കാലത്ത് കപ്പലുകൾക്ക് പേടി സ്വപ്നമായിരുന്ന സ്ഥലമായിരുന്നു ഇത്. നമുക്കിതിൽ നിന്നെല്ലാം ഒരു കാര്യം നമുക്ക് അനുമാനിക്കാം: യഥാർത്ഥ ആളുകളായിരിക്കും ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ യഥാർത്ഥ സ്ഥലങ്ങളാണ് ഉള്ളത്. ഇതെല്ലാം ബന്ധിപ്പിച്ചിട്ട് ഹോമർ നല്ലൊരു മഹാകാവ്യം, ഒരു ഇതിഹാസം രചിക്കുകയാണ് ചെയ്തത്. സില്ലയിൽ നിന്ന് രക്ഷപ്പെട്ട അവര് ത്രിനേഷ്യ അല്ലെങ്കിൽ ത്രിനാക്യ എന്ന ദ്വീപിന്റെ അരികിലേക്കാണ് വന്നത്. ദൂരെ നിന്ന് തന്നെ പശുക്കളുടെ കരച്ചിലുകളും ആടുകളുടെ ശബ്ദവും ഒക്കെ അവർക്ക് കേൾക്കാമായിരുന്നു. ഒഡീസിയസ് ഇത് കേട്ട് ഭയന്നു. നമുക്ക് ഈ ദ്വീപിൽ ഇറങ്ങണ്ട, പാതാളത്തിലെ പ്രവാചകനും സെർസിയും എന്നോട് പറഞ്ഞതാണ് ഇവിടെ ഇറങ്ങരുത് എന്ന്. ഈ ദ്വീപിലെ മൃഗങ്ങളെ തൊട്ടാൽ നമ്മൾ നശിക്കും, നമുക്ക് വേഗം സ്ഥലം വിടാം. പക്ഷേ ക്ഷീണിച്ചാവശരായ സൈനികർക്ക് ദേഷ്യം വന്നു. ഒഡീസിയസ്, നിനക്ക് ഇരുമ്പുകൊണ്ടുണ്ടാക്കിയ ശരീരമായിരിക്കും ഉള്ളത്, പക്ഷെ ഞങ്ങൾ പാവം മനുഷ്യരാണ്. ഞങ്ങൾക്ക് ഈ രാത്രിയിൽ വീണ്ടും കടലിലേക്ക് പോകാനൊന്നും പറ്റില്ല. ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോകരുത്. നമുക്ക് ഇന്നിവിടെ കിടക്കാം, നാളെ രാവിലെ നമുക്ക് പോകാം. എല്ലാവരും അതങ്ങ് ശരിവെച്ചു. ഗത്യന്തരമില്ലാതെ ഒഡീസിയസ് അത് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ അവൻ അവരെ കൊണ്ട് ഒരു സത്യം ചെയ്യിച്ചു: ഇവിടെയുള്ള ഒരു പശുവിനെയും ആടിനെയും ആരും തൊടില്ല എന്ന് ദേവന്മാരുടെ പേരിൽ സത്യം ചെയ്യണം. നമുക്ക് കപ്പലിൽ സെർസി തന്ന ഭക്ഷണമുണ്ട്, അത് മാത്രം കഴിച്ചാൽ മതി. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. അന്ന് രാത്രി തെക്കൻ കാറ്റ് വീശാൻ തുടങ്ങി. നിർത്താതെ 1 മാസം മുഴുവനും ആ കാറ്റ് വീശിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ദ്വീപിൽ നിന്നും പോകാനായിട്ട് കഴിഞ്ഞില്ല. കപ്പലിലെ ഭക്ഷണം അവസാനം തീരുകയും ചെയ്തു. അതോടുകൂടി എല്ലാവരും പട്ടിണിയിലായി. അവർ മീൻ പിടിച്ചും പക്ഷികളെ വേട്ടയാടിയും വിശപ്പടക്കാൻ ശ്രമിച്ചു, പക്ഷേ വയറ് നിറഞ്ഞില്ല. ഒരു ദിവസം ഒഡീസിയസ് പ്രാർത്ഥിക്കുവാനായിട്ട് ദ്വീപിന്റെ മറ്റൊരു ഭാഗത്തേക്ക് പോയി. പക്ഷെ ക്ഷീണം കാരണം അയാൾ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ഇതാണ് അവസരം എന്ന് കണ്ട് യൂറിലോക്കസ് സൈനികരോട് പറഞ്ഞു: സുഹൃത്തുക്കളെ, പട്ടിണി കിടന്ന് മരിക്കുന്നതാണ് ഏറ്റവും മോശമായ മരണം. നമുക്ക് ഈ പശുക്കളെ കൊന്നു തിന്നാം. പകരം നമ്മൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഈ സൂര്യദേവനായിട്ടുള്ള ഹീലിയോസിന് ഒരു വലിയ ക്ഷേത്രം അങ്ങ് പണിത് കൊടുക്കാം. ഇനി ഇതിന്റെ പേരിൽ നമ്മൾ കടലിൽ കിടന്ന് മുങ്ങി മരിച്ചാലും കുഴപ്പമൊന്നുമില്ല, പട്ടിണി കിടന്ന് മരിക്കുന്നതിനേക്കാൾ നല്ലതാണ് അത്. എല്ലാവരും അതങ്ങ് സമ്മതിച്ചു. സൂര്യദേവന്റെ ഏറ്റവും നല്ല പശുക്കളെ തന്നെയാണ് അവർ കൊന്നു തിന്നത്. ഉറക്കമുണർന്ന ഒഡീസിയസ് മടങ്ങി വരുമ്പോഴേക്കും മാംസം വേവുന്ന മണം അവന്റെ മൂക്കിലടിക്കുന്നുണ്ടായിരുന്നു. അവിടെ കണ്ട കാഴ്ച പക്ഷെ വിചിത്രമായിരുന്നു. പശുക്കളെ കൊന്ന് തൊലി ഉരിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷേ വേവിക്കുവാനായിട്ട് വെച്ച ഇറച്ചി കഷ്ണങ്ങൾ ആ തീയിലിരുന്നുകൊണ്ട് കരയുകയാണ്. കാലികളുടെ തോലുകൾ തന്നെ എഴിഞ്ഞു നടക്കുന്നു. 6 ദിവസം അവരാ ഇറച്ചി തിന്നു. 7-ാം നാള് കാറ്റ് നിലച്ചതോടെ അവർ അതിവേഗം കപ്പലിൽ കയറിയിട്ട് അവിടെ നിന്നും യാത്ര തിരിച്ചു. പക്ഷേ ഇതെല്ലാം മുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്ന സൂര്യദേവൻ ഹീലിയോസ് ദേവന്മാരുടെ രാജാവായിട്ടുള്ള സ്യൂസിനോട് പരാതി പറഞ്ഞു: എന്റെ പശുക്കളെ അവർ കൊന്നു. അവരെ ശിക്ഷിച്ചില്ലെങ്കിൽ നാളെ ഞാൻ സ്വർഗത്തിൽ ഉദിക്കില്ല. നേരെ പാതാളത്തിൽ പോയിട്ട് മരിച്ചവർക്ക് വെളിച്ചം കൊടുക്കും. ലോകം ഇരുട്ടിലാകും എന്ന് പേടിച്ചിട്ട് സ്യൂസ് പറഞ്ഞു: നീ പരിഭവിക്കേണ്ട ആവശ്യമില്ല, നീ സാധാരണ പോലെ തന്നെ ഉദിച്ചോളൂ. അവരുടെ കപ്പലിനെ ഞാൻ ഇടിമിന്നൽ കൊണ്ട് തകർത്തോളാം.
ഉടൻ തന്നെ ആകാശം അങ്ങ് ഇരുണ്ടു. കൊടുങ്കാറ്റ് വീശി സ്യൂസ് തന്റെ വജ്രായുധം കപ്പലിന് നേർക്ക് എറിഞ്ഞു. അതോടെ കപ്പല് കടലിൽ കിടന്ന് വട്ടം കറങ്ങി. കപ്പലിലുണ്ടായിരുന്ന എല്ലാവരും തെറിച്ച് കടലിലേക്ക് വീണു. അവരുടെ കറുത്ത തലകൾ തിരമാലകൾക്കിടയിൽ പൊങ്ങിക്കിടപ്പുണ്ടായിരുന്നു. ശവം പോലെ ഒഡീസിയസ് ഒഴികെ സകലരും മുങ്ങി മരിച്ചു. ഒഡീസിയസ് കപ്പലിന്റെ കൊടിമരവും അടുത്തിട്ടും ചേർത്ത് കെട്ടിയിട്ട് അതിൽ കയറിയിരുന്നാണ് രക്ഷപ്പെട്ടത്. അങ്ങനെ 9 ദിവസങ്ങൾ അവര് കടലിലൂടെ ലക്ഷ്യമില്ലാതെ ഒഴുകി നടന്നു. ഒടുവിൽ 10ാം നാൾ രാത്രി ഒഡീസിയസ് ഒരു ദ്വീപിന്റെ തീരത്തെത്തി. അത് ഒജീജിയ ആയിരുന്നു, കലിപ്സോയുടെ ദ്വീപ്. അവിടെയാണ് അവൻ അടുത്ത 7 വർഷങ്ങൾ തടവുകാരനായിട്ട് കിടന്നത്. ഇങ്ങനെയാണ് ഏതാണ്ട് 400-600 പേരുമായിട്ട് തുടങ്ങിയ യാത്രയിൽ ഒഡീസിയസ് ഒടുവിൽ തനിച്ചായത്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കഥ ഒഡീസിയസ് ഫിയേഷ്യൻസ് വസിക്കുന്ന ദ്വീപിലെ രാജാവായിട്ടുള്ള ആൽസിനോസ് രാജാവിനോടും സദസ്സിനോടും നേരിട്ട് പറഞ്ഞതാണ്. കലിപ്സോയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഒഡീസിയസ് ഇവിടെ എത്തുകയും അതുവരെയുള്ള തൻ്റെ കഥ പറയുകയും ചെയ്യുമായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അങ്ങനെ ഒഡീസിയസിന്റെ ദുരന്ത യാത്രകളൊക്കെ ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. ഇനി സ്വന്തം നാടായ ഇത്താക്ക മാത്രമാണ് അദ്ദേഹത്തിന് മുന്നിൽ ഉള്ളത്. ഒഡീസിയസിന്റെ കഥ കേട്ടിട്ട് അൽസിനോസ് രാജാവും സദസ്സും നിശബ്ദരായി. ആരും ഒരക്ഷരം മിണ്ടിയില്ല. ഒടുവിൽ രാജാവ് ഒഡീസിയസിനോട് പറഞ്ഞു, നീ ഇനി ഇങ്ങനെ അലയേണ്ട ആവശ്യമൊന്നുമില്ല. നാളെ തന്നെ എൻ്റെ ഒരു കപ്പലിൽ നിന്നെ ഞാൻ ഇത്താക്കയിൽ എത്തിക്കും. അങ്ങനെ ഒഡീസിയസ് അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് അവിടുത്തെ പ്രഭുക്കന്മാര് ഒഡീസിയസിന് ധാരാളം സമ്മാനങ്ങൾ നൽകി. സ്വർണവും വസ്ത്രങ്ങളും പാത്രങ്ങളും അങ്ങനെ പലതും. ഒഡീസിയസ് അതെല്ലാം ഭദ്രമായിട്ട് ഒരു പെട്ടിയിലേക്ക് മാറ്റി. പിറ്റേന്ന് വൈകുന്നേരം അവര് ഒഡീസിയസിനെ ഒരു മാന്ത്രിക കപ്പലിലേക്കാണ് കയറ്റിയത്. ആ കപ്പലിന് തുഴയുന്ന മനുഷ്യരോ ചുക്കാൻ പിടിക്കുന്നവരോ ഒന്നും ആവശ്യമില്ല. മനസ്സറിഞ്ഞ് അത് സഞ്ചരിക്കും. അന്നത്തെ AI ബേസ്ഡ് ഷിപ്പാണ്. എങ്കിലും സഹായത്തിനായിട്ട് കുറച്ച് പേരെ രാജാവ് കപ്പലിൽ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. കപ്പലിലെ മൃദുവായ കിടക്കയിൽ കിടന്ന് ക്ഷീണം കൊണ്ട് ഒഡീസിയസ് ഗാഢമായി ഉറങ്ങി. ഒരു പരുന്ത് പറക്കുന്നതിനേക്കാൾ വേഗത്തിൽ ആ കപ്പല് സമുദ്രം കടന്നു. അവസാനം നേരം വെളുക്കാറായി കഴിഞ്ഞപ്പോഴേക്കും അവര് ഇത്താക്കയുടെ തീരത്തെത്തി. ഒഡീസിയസ് അപ്പോഴും നല്ല ഉറക്കമായിരുന്നു. നാവികര് അദ്ദേഹത്തെ ഉണർത്തുവാനായിട്ട് ആഗ്രഹിച്ചില്ല. അവര് അദ്ദേഹത്തെയും സമ്മാനങ്ങളൊക്കെ അടങ്ങിയ പെട്ടിയും മെല്ലെ എടുത്ത് മാറ്റിയിട്ട് കരയിലെ മണലിൽ ഒരു ഒലിവ് മരത്തിന്റെ ചുവട്ടിൽ കിടത്തി. എന്നിട്ട് അവർ നിശബ്ദമായിട്ട് മടങ്ങിയങ്ങ് പോയി. അങ്ങനെ 20 വർഷങ്ങൾക്ക് ശേഷം ഒഡീസിയസ് സ്വന്തം മണ്ണിൽ ഇത്താക്കയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. മണിക്കൂറുകൾക്ക് ശേഷം ഇത്താക്കയിലെ മണൽത്തിട്ടയിൽ കിടന്ന ഒഡീസിയസ് ഉറക്കമുണർന്നു. അപ്പോഴേക്കും കപ്പല് ചക്രവാളത്തിൽ മറിഞ്ഞിരുന്നു. ഒഡീസിയസ് ചുറ്റും നോക്കി. പക്ഷെ അദ്ദേഹത്തിന് സ്വന്തം നാട് തിരിച്ചറിയാൻ സാധിച്ചില്ല. കാരണം അഥീന ദേവി ആ സ്ഥലത്തിന് ചുറ്റും കനത്ത മൂടൽ മഞ്ഞ് വിരിച്ചിട്ടുണ്ടായിരുന്നു. ഒഡീസിയസിനെ പെട്ടെന്നാരും തിരിച്ചറിയാതിരിക്കുവാൻ വേണ്ടിയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പരിചിതമായിട്ടുള്ള മലകളും വഴികളും മഞ്ഞിൽ മറഞ്ഞു കിടക്കുകയായിരുന്നു. ഒഡീസിയസ് തന്റെ നെഞ്ചത്തടിച്ചുകൊണ്ട് നിലവിളിച്ചു. അൽസിനോസ് രാജാവ് തന്നെ പറ്റിച്ച് അപരിചിതമായിട്ടുള്ള മറ്റേതോ നാട്ടിൽ കൊണ്ടുചെന്ന് ഇറക്കി വിട്ടു എന്നാണ് ഒഡീസിയസ് കരുതിയത്. ദുഃഖിതനായിട്ടുള്ള അദ്ദേഹം കടൽക്കരയിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടന്നു. അപ്പോഴേക്കും ആടുകളെ മേയ്ക്കുന്ന സുന്ദരനായ ഒരു ബാലന്റെ രൂപത്തിൽ അഥീന ദേവി അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഒഡീസിയസ് അവനോട് ചോദിച്ചു, കുട്ടി, ഇത് ഏത് സ്ഥലമാണ്? ഇടയ ബാലന്റെ വേഷം നിൽക്കുന്ന അഥീന മറുപടി പറഞ്ഞു, നിങ്ങൾക്ക് ഈ നാട് അറിയില്ലേ? ഇത് പാറക്കെട്ടുകൾ നിറഞ്ഞ നാടാണ്. കുതിരകളെ ഓടിക്കുവാൻ ഇവിടെ വിശാലമായ മൈതാനങ്ങളില്ല. എങ്കിലും ഇവിടെ നല്ല മഴ ലഭിക്കും. വീഞ്ഞുണ്ടാക്കുവാനായിട്ട് മുന്തിരിയും ആടുകൾക്ക് പുല്ലും ധാരാളമുണ്ട്. അങ്ങ് ട്രോയിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ രാജ്യത്തെക്കാളും ആ സ്ഥലത്തേക്കാളും തന്നെ പ്രശസ്തമാണ് ഈ നാടും. ഇതിന്റെ പേരാണ് ഇത്താക്ക. ആ പേര് കേട്ടതും ഒഡീസിയസിന്റെ ഹൃദയം സന്തോഷം കൊണ്ട് തുടിച്ചു. എങ്കിലും അദ്ദേഹം തന്റെ പേര് വെളിപ്പെടുത്തിയില്ല. താൻ ക്രീറ്റിൽ നിന്ന് ഓടിപ്പോന്ന ഒരാളാണ് എന്നാണ് അദ്ദേഹം കള്ളം പറഞ്ഞത്. അത് കേട്ട് ആ ഇടയ ബാലൻ ചിരിച്ചു. പെട്ടെന്ന് ആ രൂപം മാറി ഉയരമുള്ള സുന്ദരിയായിട്ടുള്ള അഥീന ദേവിയായിട്ട് അവർ പ്രത്യക്ഷപ്പെട്ടു. അഥീന ചിരിച്ചുകൊണ്ട് ഈ ഒഡീസിയസിനോട് പറഞ്ഞു, കൗശലങ്ങളുടെ കാര്യത്തിൽ ഒഡീസിയസിനെ തോൽപ്പിക്കാനായിട്ട് ആർക്കും കഴിയില്ല. കണ്ടില്ലേ, സ്വന്തം നാട്ടിലെത്തിയിട്ടും അയാൾ കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അടുത്ത നിമിഷം അവർ കൈ വീശി കഴിഞ്ഞപ്പോഴേക്കും മൂടൽ മഞ്ഞ് മാറി. ഇത്താക്കയുടെ പരിചിതമായിട്ടുള്ള മലനിരകളും നിരിട്വൺ പർവ്വതവും ഗുഹകളും ഒക്കെ തെളിഞ്ഞ് മുന്നിലേക്ക് വന്നു. ഇന്നും ഇത്താക്കയിൽ ചെന്നാൽ നിങ്ങൾക്ക് ഈ നിരിട്വൺ പർവ്വതം കാണാം. ആധുനിക ഇത്താക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുപണിയാണ് അത്. നിരിറ്റോസ് എന്നാണ് ഇന്നത് അറിയപ്പെടുന്നത്. പണ്ട് ഇടതൂർന്ന കാടുകളായിരുന്നുവെങ്കിൽ ഇന്ന് ഇവിടെ പൈൻ മരങ്ങളും കുറ്റിക്കാടുകളും പാറക്കെട്ടുകളും നിറഞ്ഞു നിൽക്കുകയാണ്. ഈ മലയുടെ മുകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 800 മീറ്ററോളം ഉയരത്തിൽ മനോഹരമായ ഒരു ക്രിസ്ത്യൻ ആശ്രമം സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെ നിന്നാൽ ഇത്താക്ക ദ്വീപ് മുഴുവനുമായിട്ടും ചുറ്റുമുള്ള നീലക്കടലും അയൽദ്വീപായിട്ടുള്ള കെഫലോണിയും ഒക്കെ ഒരു ഭൂപടം പോലെ നമുക്ക് കാണാം. ഒഡീസിയസ് നടന്ന അതേ മണ്ണിലൂടെ അദ്ദേഹം നോക്കിക്കണ്ട അതേ കാഴ്ച കണ്ട് ഇന്നും സഞ്ചാരികൾക്ക് അവിടെ നിൽക്കാം. ഒഡീസിയസ് ആനന്ദ കണ്ണീരോടെ സ്വന്തം മണ്ണിനെ ചുംബിച്ചു. തുടർന്ന് അഥീന സമ്പാദ്യമെല്ലാം അടങ്ങുന്ന ആ ഒരു പെട്ടി ഒരു ഗുഹയിൽ ഒളിപ്പിക്കാമെന്നും അതിനുശേഷം കൊട്ടാരത്തിലെ ശത്രുക്കളെ നേരിടാനായിട്ട് പദ്ധതിയിടാമെന്നും പറഞ്ഞു. അവര് ആ നിധിശേഖരം ഗുഹയിൽ കൊണ്ടുവച്ച് കല്ലുകൊണ്ട് അടച്ചു. പിന്നീട് ഒലിവ് മരച്ചോട്ടിലിരുന്നു കൊണ്ട് അഥീന തന്റെ പദ്ധതി വിശദീകരിച്ചു.
3 വർഷമായിട്ട് നിന്റെ കൊട്ടാരത്തിൽ ഇവിടെയുള്ള പ്രഭുക്കന്മാർ തമ്പടിച്ചിരിക്കുകയാണ്. നിന്റെ ഭാര്യയെ വിവാഹം കഴിക്കുവാനും നിന്നെ കൊല്ലാനും അവർ കാത്തിരിക്കുകയാണ്. ഞാൻ എങ്ങനെയാണ് ഒറ്റയ്ക്ക് അവരെ നേരിടുക? അവർ ഒരുപാട് ആളുകളില്ലേ? ഇതായിരുന്നു ഒഡീസിസിന്റെ സംശയം. അധിനാദേവിക്ക് അതിന് മറ്റൊരു ഉപായം ഉണ്ടായിരുന്നു. ദേവത തന്റെ മാന്ത്രിക വടി കൊണ്ട് ഒഡീസിസിനെ ഒന്ന് തൊട്ടു. നിമിഷ നേരം കൊണ്ട് ആ വീരനായകന്റെ രൂപം അപ്പാടെ അങ്ങ് മാറി. അദ്ദേഹത്തിന്റെ തൊലി ചുക്കിച്ചുളിഞ്ഞു. ലൈവ് മോർഫിങ്. തലയിലെ സ്വർണ്ണ നിറമുള്ള മുടി മുഴുവനും കൊഴിഞ്ഞുപോയി. കണ്ണുകൾക്ക് തിളക്കം നഷ്ടപ്പെട്ടു. കീറിപ്പറിഞ്ഞ പുകപിടിച്ച തുണികൾ അദ്ദേഹത്തിന്റെ വസ്ത്രമായിട്ട് മാറി. തോളിൽ ഒരു പഴയ തോൾ സഞ്ചിയും കയ്യിൽ ഒരു വടിയും ഏന്തി ഒരു വൃദ്ധനായ യാചകനായിട്ട് ഒഡീസിസ് രൂപാന്തരം പ്രാപിച്ചു. ഇനി നീ നേരെ പഴയ പന്നി നോട്ടക്കാരനായിട്ടുള്ള നിന്റെ വിശ്വസ്തനായിട്ടുള്ള യുമയേസിന്റെ അരികിലേക്കാണ് പോകേണ്ടത്. അവൻ നല്ലവനാണ്. അവനോട് കൊട്ടാരത്തിലെ കാര്യങ്ങൾ ചോദിച്ചറിയുക. ഈ സമയത്ത് ഞാൻ അധീനാദേവി സ്പാർട്ടയിൽ പോയിട്ട് നിന്റെ മകൻ ടെലിമാക്കസിനെ വിളിച്ചു കൊണ്ടുവരാം. ഇത്രയും പറഞ്ഞ ശേഷം അധീനാദേവി അപ്രത്യക്ഷയായി. അങ്ങനെ യാചക വേഷത്തിലെ ഒഡീസിസ് കാട്ടുവഴിയിലൂടെ നടന്നു തുടങ്ങി. അവസാനം കല്ലുകൾ പാകിയ മുറ്റമുള്ള വലിയൊരു തൊഴുത്തിന് മുന്നിൽ അദ്ദേഹം എത്തിച്ചേർന്നു. യുമേയസ് എന്ന പന്നി നോട്ടക്കാരൻ അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവിടെ കാവൽ നിന്നിരുന്ന 4 വലിയ നായ്ക്കൾ കുരച്ചുകൊണ്ട് ഒഡീസിസിന് നേർക്ക് പാഞ്ഞു വന്നു. എന്നാൽ ഒഡീസിസ് ഭയക്കാതെ തന്റെ വടി താഴെയിട്ടിട്ട് അവിടെ തന്നെ കുത്തിയിരുന്നു. ഇതേ സമയം ബഹളം കേട്ട് ഉമേയസ് ഓടി വന്നു. അവൻ കല്ലുകൾ എറിഞ്ഞിട്ട് നായ്ക്കളെ ഓടിച്ചിട്ട് വൃദ്ധവേഷത്തിൽ നിൽക്കുന്ന ഒഡീസിസിനെ രക്ഷിച്ചു. ശേഷം അവൻ അയാളെ തന്റെ കുടിലിലേക്ക് ക്ഷണിച്ചു. പുല്ല് വിരിച്ച കിടക്കയിൽ ആട്ടിൻതോൽ വിരിച്ച് അദ്ദേഹത്തെ ഇരുത്തി. നിങ്ങൾക്ക് നൽകാനായിട്ട് ഇവിടെ നല്ല ഭക്ഷണമൊന്നുമില്ല. നല്ല കൊഴുത്ത പന്നികളെയെല്ലാം കൊട്ടാരത്തിൽ തമ്പടിച്ചിരിക്കുന്ന പ്രഭുക്കന്മാർ വന്ന് തിന്നു തീർക്കുകയാണ്. എങ്കിലും ഇവിടെ ഉള്ളത് ഞാൻ തരാം. ഇത്രയും പറഞ്ഞിട്ട് 2 ചെറിയ പന്നിക്കുട്ടികളെ കൊന്ന് മാംസം ചുട്ട് ഒരു വലിയ കിണ്ണത്തിൽ വീഞ്ഞും പകർന്ന് അവൻ ഒഡീസിസിന് നൽകി. എൻ്റെ യജമാനൻ ഒഡീസിസ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ഇത്ര കഷ്ടപ്പാട് ഉണ്ടാകുമായിരുന്നില്ല. അദ്ദേഹം വലിയൊരു മനസ്സിന് ഉടമയായിരുന്നു. പക്ഷെ അദ്ദേഹം എവിടെയോ വെച്ച് മരിച്ചുപോയി. ഇപ്പോൾ ആ ദുഷ്ടരായിട്ടുള്ള പ്രഭുക്കന്മാർ അദ്ദേഹത്തിന് സമ്പത്ത് നശിപ്പിക്കുന്നു. അവർക്ക് ദൈവഭയമില്ല. ഇത് കേട്ടിട്ട് ഒഡീസിസ് പറഞ്ഞു, സുഹൃത്തെ, നിരാശനാകണ്ട. ഞാൻ സത്യം ചെയ്യുന്നു, ഈ വർഷം തന്നെ, ഈ മാസം തന്നെ ഒഡീസിസ് തിരിച്ചു വരും. പക്ഷേ യുമേയസ് അത് വിശ്വസിച്ചില്ല. നിങ്ങൾ എന്നെ വെറുതെ മോഹിപ്പിക്കണ്ട. ഇതിനു മുമ്പും പല യാചകരും വന്ന് ഇങ്ങനെ കള്ളം പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വസ്ത്രവും ഭക്ഷണവും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. തൻ്റെ യജമാനൻ മരിച്ചുപോയി എന്ന് അവൻ സങ്കടത്തോടെ ആവർത്തിച്ച് പറഞ്ഞു. അന്ന് രാത്രി തണുപ്പ് കൂടിക്കഴിഞ്ഞപ്പോഴേക്കും ഉമേയസ് തൻ്റെ പുതപ്പ് ആ യാചകന് നൽകി. ഒഡീസിസ് അന്ന് രാത്രി ആ കുടിലിൽ കിടന്നുറങ്ങി. യുമേയസ് പുറത്ത് പന്നികൾക്ക് കാവലായിട്ട് മഴയത്താണ് കിടന്നത്. തൻ്റെ വിശ്വസ്തനായിട്ടുള്ള ഭൃത്യൻ്റെ സ്നേഹം കണ്ടിട്ട് ഒഡീസിസിന് മനസ്സ് നിറഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. 3-ാം ദിവസം രാവിലെ യുമേയസ് പ്രഭാത ഭക്ഷണം തയ്യാറാക്കിയായിരുന്നു. ഒഡീസിസ് തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് പുറത്ത് നായ്ക്കളെ കുരയ്ക്കുന്നതിന് പകരം സന്തോഷത്തോടെ വാലാടുന്ന ശബ്ദമാണ് അയാൾ കേട്ടത്. യുമേയസ്, നിനക്ക് പരിചയമുള്ള ആരോ വരുന്നുണ്ട്. നായ്ക്കൾ കുരയ്ക്കുന്നില്ല. ആ വാചകം മുഴുമിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ വാതിക്കൽ ഒരു യുവാവ് വന്നു നിന്നു. അത് ടെലിമാക്കസ് ആയിരുന്നു. സ്പാർട്ടയിൽ നിന്ന് മടങ്ങിയെത്തിയ അവൻ പ്രഭുക്കന്മാരുടെ കണിയിൽ പെടാതെ അധീനാദേവിയുടെ സഹായത്തോടെ നേരെ ഇങ്ങോട്ടേക്കാണ് വന്നത്. യുമേയസ് ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. അവൻ്റെ കയ്യിൽ നിന്നും വീഞ്ഞു പാത്രങ്ങൾ താഴെ വീണു. അവൻ ഓടിച്ചെന്ന് ടെലിമാക്കസിനെ കെട്ടിപ്പിടിച്ച ശേഷം അവൻ്റെ തലയിലും കണ്ണുകളിലും ഉമ്മ വെച്ചു. ടെലിമാക്കസ് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അവൻ കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും യാചകനായിട്ടുള്ള ഒഡീസിയസ് എഴുന്നേറ്റ് തൻ്റെ ഇരിപ്പിടം അവന് ഒഴിഞ്ഞു കൊടുത്തു. എന്നാൽ ടെലിമാക്കസ് അത് തടഞ്ഞു. അങ്ങിരുന്നോളൂ, ഞാൻ വേറെ സ്ഥലത്തിരുന്നോളാം. യുമേയസ് അവർക്ക് 2 പേർക്കും ഭക്ഷണം നൽകി. ഭക്ഷണം കഴിഞ്ഞിട്ട് ആരാണ് ഈ അപരിചിതൻ എന്ന് ടെലിമാക്കസ് ചോദിച്ചു. ഇതൊരു ക്രീറ്റുകാരനാണെന്നും കപ്പൽ തകർന്ന് ഇവിടെ എത്തിയതാണെന്നും ഇവനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണെന്നും യുമേയസ് ടെലിമാക്കസിനോട് പറഞ്ഞു. ഇയാളെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്ന അപകടമാണ്. ആ പ്രഭുക്കന്മാർ അഹങ്കാരികളാണ്. അവർ ഇദ്ദേഹത്തെ ഉപദ്രവിച്ചേക്കാം. പകരം ഇദ്ദേഹത്തിന് വേണ്ടുന്ന വസ്ത്രവും ഭക്ഷണവും ഞാൻ ഇങ്ങോട്ടേക്ക് കൊടുത്തുവിടാം. തുടർന്ന് ടെലിമാക്കസ് യുമേയസിനോട് ഇപ്പോൾ തന്നെ കൊട്ടാരത്തിൽ പോയി താൻ തിരിച്ചെത്തിയ വിവരം അമ്മയെ രഹസ്യമായിട്ട് അറിയിക്കണമെന്നും മറ്റാരും അറിയരുത് എന്നും നിർദ്ദേശിച്ചു. അത് കേട്ടതോടെ യുമേയസ് വേഗത്തിൽ കൊട്ടാരത്തിലേക്ക് പോവുകയും ചെയ്തു. പെട്ടെന്ന് അധീനാദേവി വാതിക്കൽ പ്രത്യക്ഷപ്പെട്ടു. ടെലിമാക്കസിന് ദേവതയെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഒഡീസിയസിനും നായ്ക്കൾക്കും കാണാമായിരുന്നു. നായ്ക്കൾ ഭയന്ന് മാറിയിരുന്നു. ദേവത ഒഡീസിയസിനെ പുറത്തേക്ക് വിളിച്ചു. ഒഡീസിയസ്, ഇനി നീ ഒന്നും ഒളിച്ചു വെക്കേണ്ട ആവശ്യമില്ല. മകനോട് സത്യം പറയുക. ശേഷം നിങ്ങൾ 2 പേരും ചേർന്ന് ശത്രുക്കളെ വകവരുത്തുക. അധീന വീണ്ടും തന്റെ മാന്ത്രിക വടി വീശി. ഒഡീസിയസിന്റെ കീറത്തുണികൾ മാറി പകരം രാജകീയമായിട്ടുള്ള വെളുത്ത വസ്ത്രം അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് തിരിച്ചു വന്നു. ചുളിവുകളൊക്കെ മാറിയിട്ട് ശരീരം പുഷ്ടിപ്പെട്ടു. മുഖത്ത് തേജസ് നിറഞ്ഞു. പഴയ പ്രതാപിയായിട്ടുള്ള ഒഡീസിയസ് ആയിട്ട് അദ്ദേഹം മാറി. ടെലിമാക്കസ് ആ മാറ്റം കണ്ട് ഭയന്നുപോയി. അവൻ മുഖം തിരിച്ചു. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മനുഷ്യനല്ല, അങ്ങ് ഏതോ ദൈവമാണ്. എന്നോട് ക്ഷമിക്കണം. ഇത് കേട്ടിട്ട് നമ്മുടെ ഒഡീസിയസ് പറഞ്ഞു, മകനെ, ഞാൻ ദേവനൊന്നുമല്ല. ആർക്ക് വേണ്ടിയാണോ നീ ഇത്രയും കാലം കരഞ്ഞത്? ആർക്ക് വേണ്ടിയാണോ നീ ഇത്രയും കാലം കഷ്ടപ്പാടുകൾ സഹിച്ചത്? അയാളാണ് ഞാൻ, നിന്റെ പിതാവ് ഒഡീസിയസ്. ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം മകനെ കെട്ടിപ്പിടിച്ചു. കണ്ണീര് അതുവരെയും പിടിച്ചു നിർത്തിയിരുന്ന ഒഡീസിയസ് പൊട്ടിക്കരഞ്ഞുപോയി. ടെലിമാക്കസിന് അതോടെ സത്യം ബോധ്യമായി.
ആ അച്ഛനും മകനും കെട്ടിപ്പിടിച്ച് കുറേയേറെ നേരം കരഞ്ഞു. ഒടുവിൽ അവർ ശാന്തരായി. ശത്രുക്കൾ എത്ര പേരുണ്ട് നമ്മുടെ വീട്ടിൽ? ഒഡീസിയസിനെ ആദ്യം അറിയേണ്ടത് അതായിരുന്നു. ടെലിമാക്കസ് കണക്കുകൾ നിരത്തി. മൊത്തം 118 ആളുകളുണ്ട്, കൂടാതെ അവരുടെ വേലക്കാരും. നമ്മൾ രണ്ടുപേര് വിചാരിച്ചാൽ അവരെ തോൽപ്പിക്കുവാൻ കഴിയുമോ? മകനെ, നമ്മുടെ കൂടെ അധീനാദേവിയും സിയൂസും ഒക്കെയുണ്ട്. അതുപോലെ ഒഡീസിയസ് തന്റെ പദ്ധതി വിശദീകരിച്ചു. നീ കൊട്ടാരത്തിലേക്ക് പോവുക. പിന്നാലെ പഴയ യാചക വേഷത്തിൽ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരും. അവിടെ വെച്ച് അവരെന്നെ പരിഹസിക്കും, ഉപദ്രവിക്കും. അതെല്ലാം കണ്ട് നീ ക്ഷമയോടെ നിൽക്കണം. എൻ്റെ അടയാളം കിട്ടിക്കഴിയുമ്പോഴേക്കും നീ കൊട്ടാരത്തിലെ ആയുധങ്ങളെല്ലാം എടുത്ത് മാറ്റണം. ആരെങ്കിലും ചോദിച്ചാൽ പുക തട്ടി നശിക്കാതിരിക്കാനാണ് എന്ന് പറഞ്ഞാൽ മതി. നമുക്ക് 2 വാളുകളും 2 കുന്തകളും അത്രയും പരിചകളും മാത്രം മാറ്റിവെക്കുക. അങ്ങനെ പിറ്റേന്ന് ഉച്ചതിരിഞ്ഞിട്ട് ടെലിമാക്കസ് നേരെ കൊട്ടാരത്തിലേക്ക് പോയി. പിന്നാലെ വൃദ്ധനായിട്ടുള്ള യാചകന്റെ വേഷത്തിൽ ഒഡീസിയസും പന്നിനോട്ടക്കാരൻ ഉമേയസും നഗരത്തിലേക്ക് നടന്നു. വഴിയിൽ വെച്ച് അവർ ഒരു ആട്ടിടയനെ കണ്ടുമുട്ടി. അവൻ പ്രഭുക്കന്മാരുടെ പക്ഷം ചേർന്ന ഒഡീസിയസിനെ വെറുക്കുന്ന ഒരാളായിരുന്നു. യാചക വേഷത്തിലുള്ള ഒഡീസിയസിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവൻ അയാളെ പരിഹസിച്ചു. ഒരു വൃത്തികെട്ടവൻ മറ്റൊരു വൃത്തികെട്ടവനെ എങ്ങോട്ട് കൊണ്ടുപോവാണ്? എന്തിനാണ് ഇവനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നത്? അവിടെയുള്ള പ്രഭുക്കന്മാരുടെ എച്ചിൽ തിന്നാനാണോ? ഇത്രയും പറഞ്ഞിട്ട് അവൻ ഒഡീസിയസിന്റെ ഇടുപ്പിൽ ആഞ്ഞു തൊഴിച്ചു. ഒഡീസിയസിന് വേദനയേക്കാൾ കൂടുതൽ കോപമാണ് വന്നത്. തന്റെ വാടി കൊണ്ട് അവനെ അടിച്ചു കൊല്ലാനായിട്ട് അദ്ദേഹത്തിന് തോന്നി. പക്ഷേ വലിയ വലിയ കാര്യങ്ങൾ, ലക്ഷ്യങ്ങളും മുന്നിലുള്ളതുകൊണ്ട് അദ്ദേഹം ക്ഷമിച്ചു. ഒന്നും മിണ്ടാതെ വീണ്ടും മുന്നോട്ടേക്ക് നടന്നു. ഒടുവിൽ അവർ കൊട്ടാര വാതിക്കൽ എത്തിച്ചേർന്നു. അവിടെ മുറ്റത്ത് ചാണകവും അഴുക്കും നിറഞ്ഞ ഒരു കുഴിയിൽ പ്രായമുള്ള ഒരു നായ കിടപ്പുണ്ടായിരുന്നു. അതിൻ്റെ ശരീരം മെലിഞ്ഞുണങ്ങി ഈച്ചകൾ പൊതിഞ്ഞ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആർഗോസ് ആയിരുന്നു അത്. 20 വർഷങ്ങൾക്ക് മുമ്പ് യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഒഡീസിയസ് വളർത്തിയിരുന്ന വേഗതയേറിയ വേട്ടനായ. യജമാനൻ പോയതിനു ശേഷം ആരും അതിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. സേവകർ അതിനെ അഴുക്കിലേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷേ ഇപ്പോഴ് ആ വൃദ്ധനായ യാചകൻ ഗേറ്റിനടുത്തേക്ക് വന്നതും ആർഗോസ് തലയുയർത്തി തൻ്റെ കാതുകൾ കൂർപ്പിച്ചു. 20 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷവും ആ വേഷം കെട്ടലുകൾക്കിടയിലും തൻ്റെ യജമാനന്റെ മണം ആ നായ തിരിച്ചറിഞ്ഞു. അതിന് എഴുന്നേൽക്കുവാൻ പോലും ത്രാണിയില്ലായിരുന്നു. എങ്കിലും സർവ്വശക്തിയും എടുത്ത് അത് തൻ്റെ വാലാട്ടി. കാതുകൾ താഴ്ത്തി ഒരു നേർത്ത ശബ്ദം പുറപ്പെടുവിച്ചു. ഇത് കണ്ട് ഒഡീസിയസിന്റെ ഹൃദയം നുറുങ്ങി. ഇത്രയും നല്ല ഈ നായ എങ്ങനെയാണ് ഈ അവസ്ഥയിലെത്തിയത്? ഇത് ഒഡീസിയസിന്റെ പ്രിയ നായയായിരുന്നു. അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ ഇതിനെപ്പോലെ വേഗതയുള്ള മറ്റൊരു മൃഗവും ഈ നാട്ടിലില്ലായിരുന്നു. ഇപ്പോൾ യജമാനൻ മരിച്ചു. ആരും ഇതിനെ തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. ഇത്രയും പറഞ്ഞ ശേഷം അവര് കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് നടന്നു. ആ നിമിഷം തന്റെ യജമാനനെ അവസാനമായിട്ട് ഒരു നോക്ക് കണ്ട സംതൃപ്തിയോടെ ആർഗോസ് തന്റെ കണ്ണുകൾ എന്നേക്കുമായിട്ട് അടച്ചു. 20 വർഷത്തെ കാത്തിരിപ്പിന്റെ ഒടുവിൽ ആർഗോസ് മരണത്തിന് കീഴടങ്ങി. ഇതേസമയം കൊട്ടാരത്തിലെ വലിയ ഹാളില് പ്രഭുക്കന്മാർ വിരുന്നുണ്ണുകയായിരുന്നു. ഫെമിയസ് എന്നൊരാൾ അവിടെ ഇരുന്ന് പാട്ട് പാടുന്നുണ്ട്. പന്നിനോട്ടക്കാരൻ യുമേയസ് ഒരു വശത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഒഡീസിയസ് വാതിലിന്റെ പടിയിൽ ഒരു യഥാർത്ഥ യാചകനെ പോലെ കുത്തിയിരുന്നു. ടെലിമാക്കസ് ഇത് കാണുന്നുണ്ടായിരുന്നു. അവൻ യുമേയസിനെ വിളിച്ചിട്ട് കുറച്ച് ഇറച്ചിയും റൊട്ടിയും കൊടുത്തുവിട്ടു. എന്നാൽ ഇതേ സമയം ഒഡീസിയസ് എഴുന്നേറ്റിട്ട് ഓരോ പ്രഭുക്കന്മാരുടെയും അരികിൽ ചെന്നിട്ട് ഭിക്ഷ അയച്ചു തുടങ്ങി. അവരിൽ ആർക്കാണ് ദയയുള്ളത്, ആർക്കാണ് ഇല്ലാത്തത് എന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. ചിലർ അവന് റൊട്ടി കഷ്ണങ്ങളൊക്കെ നൽകി. പക്ഷേ അവരുടെ നേതാവായിട്ടുള്ള ആന്റിനസിന് ഇത് ഇഷ്ടപ്പെട്ടില്ല. ആരാണ് ഇതിനെ ഇങ്ങോട്ട് കയറ്റിവിട്ടത്? നമ്മുടെ ഭക്ഷണം തിന്നു തീർക്കാനായിട്ട് ഇവിടെയുള്ള യാചകർ മാത്രം പോരെ, എന്തിനാണ് ഇവനെ കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ഇത് കേട്ട ഒഡീസിയസ് ആന്റിനസിനോട് പറഞ്ഞു, താങ്കൾ ഒരു രാജാവിനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി മാന്യത കാണിക്കൂ. ഞാനും ഒരു കാലത്ത് സമ്പന്നനായിരുന്നു. എന്നാൽ ഇത് കേട്ടിട്ടും ആന്റിനസിന്റെ ദേഷ്യം മാറിയില്ല. അയാൾ താൻ കാലി വെച്ചിരുന്ന പീഠമെടുത്തിട്ട് ഒഡീസിയസിന് നേർക്ക് വലിച്ചെറിഞ്ഞു. അത് ഒഡീസിയസിന്റെ വലത്ത് തോളിലാണ് ആഞ്ഞു പതിച്ചത്. സാധാരണക്കാരായിരുന്നുവെങ്കിൽ ആ അടിയിൽ വീണു പോയേനെ. പക്ഷേ ഒഡീസിയസ് ഒരു പാറ പോലെ അനങ്ങാതെ നിന്നു. അദ്ദേഹം തലയൊന്ന് കുലുക്കി മനസ്സിൽ പ്രതികാരം കുറിച്ചിട്ടുകൊണ്ട് പഴയ സ്ഥലത്ത് തന്നെ പോയിരുന്നു. വിശപ്പടക്കാൻ വന്ന തന്നെ ആന്റിനസ് ദ്രോഹിച്ചിരിക്കുകയാണ്. യാചകർക്കും ദൈവങ്ങൾ ഉണ്ടെങ്കിൽ ആന്റിനസ് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ മരിക്കട്ടെ. ഒഡീസിയസ് ഉച്ചത്തിൽ ആന്റിനസിനെ ശപിച്ചു. ഇത് കേട്ട് ആന്റിനസ് വീണ്ടും അലറി, മിണ്ടാതിരുന്നോണം, അല്ലെങ്കിൽ നിന്നെ കാലി പിടിച്ച് വലിച്ച് തൊലി ഞാൻ ഉരിക്കും. എന്നാൽ അയാളുടെ ഈ പെരുമാറ്റം, അകാരണമായിട്ടുള്ള ഈ ദേഷ്യം മറ്റുള്ള പ്രമുഖന്മാർക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല. ആന്റിനസെ, നീ ചെയ്യുന്നത് തെറ്റാണ്. ചിലപ്പോൾ ദൈവങ്ങൾ മനുഷ്യരൂപത്തിൽ വന്ന് നമ്മെ പരീക്ഷിക്കാറുണ്ട്. അതുപോലെ ഇയാൾ ഒരു ദേവനാണെങ്കിൽ നീ കുഴപ്പത്തിലാവും. ഇതുപോലെ മറ്റുള്ള ആളുകൾ അയാൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ടായിരുന്നു. ഇതേ സമയം താഴെ നടക്കുന്ന ബഹളങ്ങളെല്ലാം മുകളിലത്തെ മുറിയിൽ ഇരുന്നു കൊണ്ട് രാജ്ഞി പെനെലോപ്പി കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ പന്നിനോട്ടക്കാരൻ ഉമേയസിനെ വിളിപ്പിച്ചു. നീ പോയിട്ട് ആ യാചകനെ കൂട്ടിക്കൊണ്ടുവരിക. അദ്ദേഹം പല നാടുകളും സഞ്ചരിച്ച ആളല്ലേ. ഒരു പക്ഷേ എൻ്റെ ഭർത്താവായിട്ടുള്ള ഒഡീസിയസിനെ കുറിച്ച് എന്തെങ്കിലും വിവരം അദ്ദേഹത്തിന് അറിയാമായിരിക്കും. ഉമേയസ് ഒഡീസിന്റെ അരികിൽ എത്തിയിട്ട് രാജ്ഞിയുടെ ആഗ്രഹം അറിയിച്ചു. എന്നാൽ തന്ത്രശാലിയായിട്ടുള്ള ഒഡീസിയസ് തനിക്ക് രാജ്ഞിയോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെന്നും പക്ഷേ ഇപ്പോൾ വേണ്ടെന്നുമാണ് പറഞ്ഞത്. ഈ പ്രഭുക്കന്മാരെ തന്നെ ഉപദ്രവിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. സൂര്യൻ അസ്തമിച്ച് ഇവരെല്ലാം പോയ ശേഷം ഞാൻ രാജ്ഞിയുടെ മുറിയിലേക്ക് വരാം, അപ്പോൾ സംസാരിക്കാം. പെനെലോപ്പിക്ക് ആ മറുപടി ഇഷ്ടപ്പെട്ടു. അവൻ ബുദ്ധിയുള്ളവനാണ്.
അന്ന് വൈകുന്നേരം ഈറോസ് എന്നു പേരുള്ള നഗരത്തിലെ സ്ഥിരം യാചകൻ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. അവിടെ പുതിയൊരു യാചകൻ, അതായത് ഈ ഒഡ്യൂസീസ് ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവന് ദേഷ്യം വന്നു. ഇറങ്ങിപ്പോടാ ഇവിടുന്ന്, അല്ലെങ്കിൽ നിന്റെ കാല് പിടിച്ച് ഞാൻ വെളിയിലേക്ക് വലിച്ചെറിയും. ഈറോസ് ഒഡ്യൂസീസിനെ വെല്ലുവിളിച്ചു. പ്രഭുക്കന്മാർക്ക് ഇതൊരു തമാശയായിട്ട് തോന്നി. 2 യാചകന്മാർ തമ്മിൽ ഗുസ്തി. ജയിക്കുന്നവൻ ആനാണെങ്കിലും ഇന്ന് ഞങ്ങളുടെ കൂടി ഇരുന്ന് അത്താഴം കഴിക്കാം എന്നൊരു ഓഫർ ചിരിച്ചുകൊണ്ട് ആന്റിനസ് പറഞ്ഞു. ഈറോസ് വിചാരിച്ചത് ആ വൃദ്ധനെ, ഈ നമ്മുടെ ഒഡ്യൂസീസിനെ എളുപ്പത്തിൽ തോൽപ്പിക്കാമെന്നാണ്. എന്നാൽ ഒഡീസിസ് തന്റെ കീറത്തുണികൾ ഒന്ന് മുറുക്കി കൊടുത്തു. അദ്ദേഹത്തിന്റെ തോളിലെയും തുടയിലെയും പേശികൾ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഇറോസ് ഭയന്നുപോയി. താൻ ഒറ്റയിടിക്ക് അവനെ കൊന്നു കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്ന് കരുതിയിട്ട് ശക്തി കുറച്ച് ഒഡീസിസ് ഇറോസിന്റെ കഴുത്തിന് താഴെയായിട്ട് ചെറിയൊരു അടി വെച്ചു കൊടുത്തു. അടി കിട്ടി ഇറോസ് വായിൽ നിന്നും ചോര തുപ്പിക്കൊണ്ട് മറിഞ്ഞു വീണു. അവൻ നിലത്ത് കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി. ഇത് കണ്ട് പ്രഭുക്കന്മാർ ചിരിച്ചു മറിഞ്ഞു. ഒഡീസിസ് അവനെ വലിച്ചിഴച്ച് ഗേറ്റിന് പുറത്തിട്ടു. ഇനി നീ ഇവിടെ കിടന്ന് ഈച്ചകളെ ഓടിച്ചാൽ മതി. അങ്ങനെ വിജയിയായിട്ടുള്ള ഒഡീസിസിന് പ്രഭുക്കന്മാർ ഭക്ഷണം നൽകി. ആംഫിനോമസ് എന്ന നല്ലവനായിട്ടുള്ള ഒരു പ്രഭു അദ്ദേഹത്തിന് വീഞ്ഞു നൽകി. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചു. ഒഡീസിസിന് അയാളോട് സഹതാപം തോന്നി. സുഹൃത്തെ, നിങ്ങൾ വളരെ നല്ല ഒരാളാണ്, പക്ഷേ ഇന്ന് ഇവിടെ ചോര വീഴാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് വേഗം വീട്ടിലേക്ക് പോവുക. ഒഡീസിസ് അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകി. പക്ഷേ വിധി ആംഫിനോമസിനെ അവിടെ തന്നെ പിടിച്ചു നിർത്തുകയാണ് ചെയ്തത്. അങ്ങനെ രാത്രിയായി. പ്രഭുക്കന്മാർ ഉറങ്ങാൻ പോയ നേരത്ത് ഒഡീസിസും ടെലിമാക്കസും ചേർന്ന് ഹാളിലുണ്ടായിരുന്ന ആയുധങ്ങളെല്ലാം എടുത്തു മാറ്റി കലവറയിൽ പൂട്ടിവെച്ചു. അതിനുശേഷം ഒഡീസിസ് പെനലോപ്പിയുടെ മുറിയിലേക്ക് ചെന്നു. അവിടെ അവൾ തീക്കുണ്ടത്തിന്റെ അരികിൽ ഇരിക്കുകയായിരുന്നു. അവർ ചോദിച്ചു, നിങ്ങൾ ശരിക്കും ആരാണ്? രാജ്ഞി, എൻ്റെ പേര് ദയവായിട്ട് ചോദിക്കരുത്. ഞാൻ ക്രീറ്റുകാരനാണ്. പണ്ട് എൻ്റെ കൊട്ടാരത്തിൽ വെച്ചിട്ട് ഞാൻ ഒഡീസിസിനെ കണ്ടിട്ടുണ്ട്. ഭർത്താവിൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ പെനലോപ്പി കൗതുകത്തോടെ യാചകനോട് ചോദിച്ചു, അങ്ങ് എൻ്റെ ഭർത്താവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അന്ന് ധരിച്ചിരുന്ന വസ്ത്രം ഏതാണെന്ന് പറയാം. സത്യത്തിൽ അതൊരു പരീക്ഷണമായിരുന്നു, ഇയാൾ സത്യമാണോ പറയുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. ഒഡീസിസ് കൃത്യമായിട്ട് പറഞ്ഞു, അദ്ദേഹം ധരിച്ചിരുന്നത് ധൂമ്രവർണ്ണത്തിലുള്ള ഒരു വസ്ത്രമായിരുന്നു. അതിൽ സ്വർണ്ണത്തിൽ പതിച്ച ആ വസ്ത്രങ്ങളിലൊക്കെ കുത്തുന്ന അലങ്കാരപ്പണികളുള്ള ഒരു പിന്നും ഉണ്ടായിരുന്നു. അതിൽ ഒരു നായ മാനിനെ പിടിക്കുന്ന ചിത്രമാണ് കൊത്തിവെച്ചിരുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പെനലോപ്പിക്ക് വിശ്വാസമായി. അത് താൻ നൽകിയ വസ്ത്രം തന്നെയാണ്. ഇദ്ദേഹം ശരിക്കും എൻ്റെ ഭർത്താവിനെ കണ്ടിട്ടുണ്ട്. സത്യം പറ, അദ്ദേഹം ഇപ്പോഴെവിടെയാണ്? ഇത് കേട്ടപ്പോഴേക്കും യാചകൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു, അദ്ദേഹം ഇപ്പോഴും ജീവനോടെ ഉണ്ട്. ഒരു പക്ഷേ തൊട്ടരികിൽ തന്നെയുണ്ട്. ഈ പൗർണമി നാൾ വരുന്നതിന് മുമ്പ് അദ്ദേഹം ഇവിടെ എത്തും. പെനലോപ്പിക്ക് അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനായില്ലെങ്കിലും കേട്ടപ്പോൾ ഒരു ആശ്വാസം തോന്നി. അവൾ തൻ്റെ തോഴിമാരോട് ആ വൃദ്ധന്റെ കാലുകൾ കഴുകി കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ ഒഡീസിസ് പറഞ്ഞു, വേണ്ട, ഈ ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികൾ കാല് കഴുകുന്നത് എനിക്കിഷ്ടമല്ല. നിങ്ങളുടെ കൂടുതൽ പ്രായമായ വിശ്വസ്തയായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വന്ന് കാല് കഴുകട്ടെ. പഴയ വിശ്വസ്തയായിട്ടുള്ള വേലക്കാരി യൂറിക്ലിയെ കാണാനുള്ള ഒഡീസിസിന്റെ തന്ത്രമായിരുന്നു അത്. വിചാരിച്ചതുപോലെ തന്നെ പെനലോപ്പി വൃദ്ധയായിട്ടുള്ള ആ ആയ യൂറിക്ലിയെ വിളിപ്പിച്ചു. ഈ വൃദ്ധന്റെ കാലുകൾ കഴുകുക. ഉടൻ തന്നെ അവര് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ഒഡീസിസിന്റെ കാലുകൾ കഴുകാൻ തുടങ്ങി. പെട്ടെന്ന് അവളുടെ കൈ ഒഡീസിസിന്റെ കാലിലെ ഒരു പഴയ മുറിപ്പാടിൽ തട്ടി. പണ്ട് കുട്ടിയായിരുന്നപ്പോഴേക്കും കാട്ടുപന്നിയുടെ കുത്തേറ്റുണ്ടായ മുറിപ്പാടായിരുന്നു അത്. ആ പാട് കണ്ടതും യൂറിക്ലിയ ഒന്ന് ഞെട്ടി. ഇത് ഒഡീസിയസ് ആണ് എന്ന് അവൾ വിളിച്ചു പറയാൻ തുടങ്ങി. പക്ഷേ ഒഡീസിയസ് വേഗത്തിൽ അവളെ വായ പൊത്തിപ്പിടിച്ചു. മിണ്ടരുത്, മറ്റാരും, എന്തിന് രാജ്ഞി പോലും ഇപ്പോൾ ഇത് അറിയരുത്. ഒഡീസിയസ് ശബ്ദം താഴ്ത്തി പറഞ്ഞു. യൂറിക്ലിയ സന്തോഷവും സങ്കടവും കൊണ്ട് വിറച്ചു. ഇല്ല കുഞ്ഞെ, ഞാൻ പറയില്ല. ഒരു നിധി പോലെ ഞാൻ ഈ രഹസ്യം സൂക്ഷിക്കും. പിറ്റേന്ന് രാവിലെ തന്നെ പെനലോപ്പി കലവറയിലേക്ക് പോയി. അവിടെ മനോഹരമായ ഒരു പെട്ടിയിൽ ഒഡീസിയസിന്റെ പഴയ വില്ല് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആരും ഉപയോഗിക്കാതെ വെച്ചിരുന്ന ആ വില്ല് കണ്ടപ്പോഴേക്കും അവൾക്കാകെ സങ്കടമായി. ഒന്ന് ആലോചിച്ച ശേഷം അവൾ ആ ഒരു വില്ലും പിന്നെ 12 കോടാലികളും എടുത്തുകൊണ്ട് പ്രധാന ഹാളിലേക്ക് ചെന്നു. അവിടെ കൂടിയിരിക്കുന്ന പ്രഭുക്കന്മാരോട് പെനലോപ്പി സംസാരിച്ചു. നിങ്ങൾ എന്നെ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണല്ലോ, ഇതാ ഒരു പരീക്ഷണം. ഒഡീസിയസിന്റെ ഈ വലിയ വില്ല് ആർക്കാണ് കുലയ്ക്കുവാൻ സാധിക്കുന്നത്? അങ്ങനെ ഈ വില്ലെടുത്ത് കുലച്ച ശേഷം ഈ 12 കോടാലികളുടെ ദ്വാരത്തിലൂടെ ആർക്ക് അമ്പ ചെയ്യാൻ സാധിക്കുന്നുവോ അയാളെ ഞാൻ വിവാഹം കഴിക്കും. ഈ വീട് വിട്ട് ഞാൻ അയാളുടെ കൂടെ പോകും. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ടെലിമാക്കസ് കോടാലികൾ കൃത്യമായിട്ട് വരിയായിട്ട് ഇങ്ങനെ കുത്തി നിർത്തി. ആദ്യമേ തന്നെ ലിയോഡസ് എന്ന പ്രഭുവാണ് വില്ല് കുലയ്ക്കാനായിട്ട് ശ്രമിച്ചത്. അവന്റെ കൈകൾ വിറച്ചു. അയാൾക്ക് വില്ലിന്റെ ഞാൺ കെട്ടാൻ പോലും വലിച്ചു കെട്ടാൻ പോലും കഴിഞ്ഞില്ല. അയാൾ നിരാശയോടെ പിന്മാറി. പിന്നീട് ഓരോരുത്തരായിട്ട് ശ്രമിച്ചു. ചിലർ വില്ലിന്റെ വഴക്കം കൂട്ടാൻ വേണ്ടിയിട്ട് അതിൽ കൊഴുപ്പ് പുരട്ടി തീയിൽ ചൂടാക്കി വരെ നോക്കി. എന്നിട്ടും ആർക്കും ആ വില്ല് വളയ്ക്കുവാൻ പോലും കഴിഞ്ഞില്ല. വളച്ചാലല്ലേ ഈ ഞാണ് കെട്ടാനായിട്ട് പറ്റുകയുള്ളൂ. പ്രധാന വില്ലന്മാരായിട്ടുള്ള ആന്റിനസും യൂറിമാക്കസും അവസാനം ശ്രമിക്കാമെന്ന് കരുതി മാറിയിരുന്നു. ഈ സമയത്ത് ഒഡീസിയസ് 2 വിശ്വസ്തരായിട്ടുള്ള സേവകരെ
നമ്മുടെ പഴയ പന്നി നോട്ടക്കാരൻ യുമേസിനെയും കാലി നോട്ടക്കാരൻ ഫിലോറ്റിയസിനെയും പുറത്തേക്ക് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ശരിക്കും ഒഡീസിസ് തിരികെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണോ? ഇത് കേട്ടപ്പോഴേക്കും അവർ പറഞ്ഞു, അദ്ദേഹം ഒന്ന് വന്നിരുന്നുവെങ്കിൽ എന്ന് ഞങ്ങൾ ദിവസവും ദൈവങ്ങളോട് പ്രാർത്ഥിക്കാറുണ്ട്. ഒഡീസിസ് ഉടൻ തന്നെ തൻ്റെ കാലിലെ മുറിപ്പാട് അവർക്ക് കാണിച്ചു കൊടുത്തു. നോക്കൂ, ഞാൻ തന്നെയാണ് ഒഡ്യൂസിയസ്. അത് കണ്ട അവർ സന്തോഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈകളിലും കാലിലും ചുംബിച്ചു. ഒഡ്യൂസിസ് അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകി. യുമേസ്, നീ ആ വില്ല് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരണം. സ്ത്രീകളോട് അവരുടെ മുറിയിൽ തന്നെ കയറി വാതിൽ അടയ്ക്കാനായിട്ട് പറയണം. എന്ത് ശബ്ദം കേട്ടാലും അവർ പുറത്തേക്ക് ഇറങ്ങി വരരുത്. ഫിലോറ്റിയസ്, നീ പുറത്തെ ഗേറ്റ് ഭദ്രമായിട്ട് പൂട്ടിക്കെട്ടണം. അതുവഴി ആരും പുറത്തേക്ക് പോകരുത്. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വില്ലൻ യൂറിമാക്കസ് വില്ല് കുലയ്ക്കാനായിട്ട് നോക്കി പരാജയപ്പെട്ട് കഴിഞ്ഞിരുന്നു. അവൻ ദേഷ്യത്തോടെ വില്ല് താഴെയിട്ടു. പെനലോപ്പിയെ കിട്ടാത്തതിലായിരുന്നില്ല അയാളുടെ സങ്കടം. ഒഡിയൂസിസിന്റെ വില്ല് കുലയ്ക്കുവാൻ പോലും കഴിവില്ലാത്തവരാണ് താനെന്ന് ഭാവിയിലെ ആളുകൾ പറയുമല്ലോ എന്നതായിരുന്നു യൂറിമാക്കസിന്റെ പരിഭവം. അപ്പോൾ യാചക വേഷത്തുള്ള ഒഡീസിസ് സാവധാനം എഴുന്നേറ്റു. പ്രഭുക്കന്മാരെ, ഇനി ഞാനൊന്ന് ശ്രമിച്ചു നോക്കിക്കോട്ടെ. വൃദ്ധനായിട്ടുള്ള എൻ്റെ കൈകൾക്ക് ഇപ്പോഴും പഴയ ബലമുണ്ടോ എന്നൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഇത് കേട്ട് ആന്റിനസ് ദേഷ്യപ്പെട്ടു. എടാ ഭ്രാന്ത, വീഞ്ഞ് നിന്റെ തലയ്ക്ക് പിടിച്ചോ? നീ ആ വില്ലിൽ തൊട്ടു പോകരുത്. എന്നാൽ ഈ സമയം പെനലോപ്പി ഇടപെട്ടു. ആന്റിനസ്, വന്ന അതിഥികളെ അപമാനിക്കരുത്, അത് യാചകനാണെങ്കിൽ പോലും. ഇദ്ദേഹം വില്ല് കുലച്ചാൽ തന്നെ ഞാൻ ഇയാളെ വിവാഹം കഴിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇനി ഇദ്ദേഹം ജയിച്ചാൽ തന്നെ ഇദ്ദേഹത്തിന് നല്ല വസ്ത്രങ്ങളും ആയുധങ്ങളും ഒക്കെ നൽകിയിട്ട് നമുക്ക് പറഞ്ഞയക്കാം. യുമേസ്, ആ വില്ലെടുത്ത് അദ്ദേഹത്തിന് നൽകുക. ഇതേസമയം ടെലിമാക്കസ് അമ്മയുടെ അരികിലെത്തി. അമ്മ, ഇനി ഇവിടെ നിൽക്കണ്ട, പോയിക്കോളൂ, മുറിയിൽ പോയി വിശ്രമിച്ചോളൂ. ഇനി ഇവിടെ പുരുഷന്മാരുടെ പേക്കൂത്തുകളാണ്, അത് കാണാനായിട്ട് നിൽക്കണ്ട. മകൻ പറഞ്ഞത് പെനലോപ്പി അനുസരിക്കുകയും ചെയ്തു. ഇതേസമയം യുമേസ് വില്ല് ഒഡീസിസിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൻ നേരെ പോയിട്ട് യൂറിക്ലിയോട്, ആ വൃദ്ധയായിട്ടുള്ള ആയയോട് സ്ത്രീകളുടെ വാതിലടയ്ക്കാനായിട്ട് പറയുകയും ചെയ്തു. ഇതേ സമയത്ത് തന്നെ ഫിലിയോറ്റസ് പുറത്തെ ഗേറ്റ് അങ്ങ് പൂട്ടി. ഹാളിൽ നിശബ്ദത പടർന്നു. എല്ലാവരും യാചകനെ തന്നെ ശ്രദ്ധിക്കുകയാണ്. ഒഡീസിസ് ആ വില്ല് പതുക്കെ കയ്യിലെടുത്തു. ഒരു സംഗീതജ്ഞൻ ഒരു വീണ തൻ്റെ വീണ പരിശോധിക്കുന്നത് പോലെ അദ്ദേഹം അത് തിരിച്ചും മറിച്ചും ഒക്കെ നോക്കി. ഇത് കണ്ടിട്ട് പ്രഭുക്കന്മാര് അടക്കം പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കണ്ണ് തുറന്നടയ്ക്കുന്ന വേഗത്തിൽ ഒഡീസിസ് വില്ലിനെ ഞാണ് അനായാസം അങ്ങ് വലിച്ചു കെട്ടി. അദ്ദേഹം അത് വിരലുകൊണ്ട് ഒന്ന് മീട്ടി. ഒരു കുരുവി പാടുന്ന പോലെയുള്ള മധുര ശബ്ദമാണ് അതിൽ നിന്ന് ഉയർന്നത്. ഇത് കണ്ട് പ്രഭുക്കന്മാരുടെ മുഖം വിളറി വെളുത്തു. ആ നിമിഷം ആകാശത്ത് ഒരു വെള്ളിടി വെട്ടി. അതൊരു ലക്ഷണമായിരുന്നു. ഉടൻ തന്നെ ഒഡീസിസ് ഒരു അമ്പ് കയ്യിലെടുത്തു. ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ എഴുന്നേൽക്കാതെ അദ്ദേഹം വില്ല് കുലച്ച് ആ അമ്പ് ലക്ഷ്യത്തിലേക്ക് അയച്ചു. നിരത്തി വെച്ചിരിക്കുന്ന 12 കോടാലികളുടെയും ദ്വാരങ്ങളിലൂടെ ആ അമ്പ് അനായാസം പാഞ്ഞുപോയി. ഒരിടത്തും തട്ടിയില്ല. ഇത് കണ്ട ആളുകൾ ഞെട്ടിത്തിരിച്ചു. ഒഡ്യൂസിസ് ഉടനെ തന്നെ ചാടി എഴുന്നേറ്റ ശേഷം ടെലിമാക്കസിനെ നോക്കി പറഞ്ഞു, ടെലിമാക്കസ്, നിന്റെ അതിഥി നിന്നെ നാണം കെടുത്തിയില്ല. എന്റെ ശക്തി ഒട്ടും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പിടികിട്ടിയില്ലേ? ഇനി നമുക്ക് ഇവർക്കുള്ള അത്താഴം നൽകാം. ഇത് കേട്ട ടെലിമാക്കസ് ഉടൻ തന്നെ വാളും കുന്തവും എടുത്ത് അച്ഛന്റെ തൊട്ടരികിൽ വന്നു നിന്നു. അടുത്ത നിമിഷം ഒഡീസിസ് തന്റെ യാചക വേഷം വലിച്ചെറിഞ്ഞു. അദ്ദേഹം വാതിലിന്റെ ഉയരമുള്ള പടിയിലേക്ക് ചാടിക്കേറി. ശേഷം ആവനാഴിയിലെ അമ്പുകൾ മുഴുവൻ തന്റെ കാലിലേക്ക് കുടഞ്ഞിട്ടു. എന്നിട്ട് ഉറക്കെ പറഞ്ഞു, മത്സരം കഴിഞ്ഞു. ഇനി ആരും ലക്ഷ്യം വെക്കാത്ത ഒരിടത്തേക്ക് ഞാനൊന്ന് എയ്യട്ടെ. അദ്ദേഹം വില്ല് ആന്റിനസ് നേർക്ക് തിരിച്ചു. ആ സമയം അയാൾ ഒരു സ്വർണ്ണ പാത്രത്തിൽ നിന്ന് വീഞ്ഞു കുടിക്കാനായിട്ട് തുടങ്ങിയായിരുന്നു. അടുത്ത നിമിഷം ഒഡീസിസിന്റെ അമ്പ് ആന്റിനസിന്റെ കഴുത്തിലൂടെ തുളച്ചു കയറി. കുടിച്ചുകൊണ്ടിരുന്ന പാത്രം അയാളുടെ കയ്യിൽ നിന്നും തെറിച്ചുപോയി. ചോല ഒലിപ്പിച്ച് ആന്റിനസ് മരിച്ച് നിലത്ത് വീണു. അതുകൊണ്ട് പ്രഭുക്കന്മാർ ഞെട്ടിവിറച്ചു. അവർ ആയുധങ്ങൾക്കായിട്ട് ചുവരിലേക്ക് നോക്കി. പക്ഷെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. എടാ, നീ ആരെയാണ് കൊന്നതെന്ന് അറിയാമോ? ഇത്താക്കയിലെ ഏറ്റവും വലിയ പ്രഭുവിനെ. നിന്റെ അന്ത്യം അടുത്തു. ഇത് കേട്ട ഒഡീസിസ് അവരെ നോക്കി ഗർജിച്ചു. നായ്ക്കളെ, ട്രോയിൽ നിന്ന് ഞാൻ മടങ്ങി വരില്ല എന്ന് നിങ്ങൾ കരുതിയോ? എന്റെ വീട് നിങ്ങൾ കൊള്ളയടിച്ചു, ഭാര്യയെ അപമാനിച്ചു, ദൈവങ്ങളെയും മനുഷ്യരെയും നിങ്ങൾ പേടിച്ചില്ല. അതിന്റെ ശിക്ഷയായിട്ട് മരണത്തിന്റെ വല നിങ്ങളിൽ ഇതാ വീണ് കഴിഞ്ഞു. അത് കേട്ട് അവർ ഭയന്നു വിറച്ചു. ഒന്ന് സംസാരിക്കുവാൻ യൂറിമാക്സിന് മാത്രമേ ധൈര്യമുണ്ടായിരുന്നുള്ളൂ. നീ ശരിക്കും ഒഡീസിസ് ആണെങ്കിൽ നീ പറയുന്നത് ശരിയാണ്. പക്ഷേ കുറ്റക്കാരൻ ആന്റിനസ് ആയിരുന്നു. അവൻ മരിച്ചു കഴിഞ്ഞല്ലോ. ഇനി ഞങ്ങളെ വെറുതെ വിട്. ഞങ്ങൾ നിനക്ക് നഷ്ടപരിഹാരം തരാം. യൂറിമാക്കസെ, നിങ്ങളുടെ എല്ലാ സ്വത്തുക്കൾ തന്നാലും ഞാൻ എൻ്റെ കൈ പിൻവലിക്കില്ല. ഒന്നുകിൽ യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുക. തുടർന്ന് വലിയൊരു യുദ്ധമാണ് അവിടെ നടന്നത്. ഒഡീസിസ് തന്റെ അമ്പുകൾ ഓരോന്നായിട്ട് തുടർച്ചയായിട്ട് എയ്തുകൊണ്ടേയിരുന്നു. ഓരോ അമ്പിലും ഓരോ പ്രഭുക്കന്മാർ വീതം മരിച്ചു വീണു. അമ്പുകൾ തീർന്നു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം തന്റെ വാളെടുത്തു. ടെലിമാക്കസും ഉമേയസും ഫിലോറ്റിയസും ഒഡീസിന്റെ കൂടെ ചേർന്ന് ശത്രുക്കളോട് പൊരുതി. അധിനാദേവി ഒരു കുരുവിയുടെ രൂപത്തിൽ മേൽക്കൂരയിൽ ഇരുന്നു കൊണ്ട് അവരെ സഹായിക്കുന്നുണ്ടായിരുന്നു. പ്രഭുക്കന്മാരെറിഞ്ഞ കുന്തങ്ങൾ അധീന വഴിതിരിച്ചു വിട്ടു. ഒടുവിൽ ഹാളിലുണ്ടായിരുന്ന സകല ശത്രുക്കളും വധിക്കപ്പെട്ടു. നിലവിളിച്ചുകൊണ്ട് ഒഡീസിസിന്റെ കാൽക്കൽ വീണ പാട്ടുകാരൻ ഫെമിയസിനെയും സന്ദേശവാഹൻ മെഡോണിനെയും മാത്രം അദ്ദേഹം വെറുതെ വിട്ടു. യുദ്ധം കഴിഞ്ഞ് ഒഡീസിസ് യൂറിക്ലിയെ വിളിച്ചു. മരിച്ചവരുടെ മൃതദേഹങ്ങൾ നീക്കം ചെയ്യുവാനും ഹാള് വൃത്തിയാക്കുവാനും അദ്ദേഹം നിർദ്ദേശിച്ചു. അതിനുശേഷം ഗന്ധകം കത്തിച്ച് വീട് മുഴുവൻ ശുദ്ധീകരിച്ചു.
ഇത് കഴിഞ്ഞിട്ട് യൂറിക്ലിയ ഓടി മുകളിലെത്തിയിട്ട് പെനലോപ്പിയെ കാര്യം ധരിപ്പിച്ചു. മകളെ, എഴുന്നേൽക്ക്, നിന്റെ ഭർത്താവ് ഒഡീസിസ് ഇതാ തിരികെ വന്നിരിക്കുന്നു. അദ്ദേഹം ആ പ്രഭുക്കന്മാരെല്ലാം വധിച്ചു കഴിഞ്ഞു. ആ യാചകൻ നിന്റെ ഭർത്താവ് തന്നെയാണ്. പെനലോപ്പിക്ക് അത് വിശ്വസിക്കാനായില്ല. ഏതെങ്കിലും ഒരു മനുഷ്യനെ ഒറ്റയ്ക്ക് ഇത്രയും പേരെ കൊല്ലാൻ കഴിയുമോ? ഒരുപക്ഷെ അത് ഏതെങ്കിലും ദേവനായിരിക്കും. ഇത് പറഞ്ഞുകൊണ്ട് അവൾ താഴേക്ക് ഹാളിലേക്ക് ഇറങ്ങി വന്നു. ഒഡീസിസ് ഒരു തൂണിനരികിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് രക്തക്കറകളെല്ലാം കഴുകിക്കളഞ്ഞ് നല്ല വസ്ത്രങ്ങൾ ധരിച്ചാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. പെനലോപ്പി അദ്ദേഹത്തെ തുറച്ചു നോക്കി. ഒരു സൈഡിൽ നോക്കിയാൽ അയാൾ തന്റെ ഭർത്താവാണ് എന്നൊക്കെ തോന്നും, ചിലപ്പോൾ മറ്റൊരാളാണെന്നാണ് തോന്നുക. ഇത് കണ്ടിട്ട് ടെലിമാക്സ് ദേഷ്യപ്പെട്ടു. ഇത്രയും ക്രൂരയാണോ അമ്മ? അച്ഛൻ 20 വർഷത്തിന് ശേഷം വന്നിട്ടും അമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? മകനെ, എന്റെ മനസ്സാകെ മരവിച്ചിരിക്കുകയാണ്. ഇതേപോലെ എത്രയോ ആളുകൾ എന്റെ ഭർത്താവാണ് എന്നും പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇദ്ദേഹം ശരിക്കും ഒഡീസിസ് ആണെങ്കിൽ ഞങ്ങൾക്ക് 2 പേർക്കും മാത്രം അറിയാവുന്ന ചില രഹസ്യങ്ങളുണ്ട്. അതിന് അയാൾ ഉത്തരം നൽകട്ടെ. ഇത് കേട്ട് ഒഡീസിസ് ചിരിച്ചു. പെനലോപ്പി ഉടൻ തന്നെ യൂറിക്ലിയോട് ഇദ്ദേഹത്തിന് കിടക്കാൻ വേണ്ടിയിട്ട്, ഇന്ന് രാത്രി കിടക്കുവാൻ വേണ്ടിയിട്ട് എന്റെ ഭർത്താവ് ഒഡീസിസിന്റെ കട്ടില് അകത്തു നിന്ന് പുറത്തെ മുറിയിൽ കൊണ്ടുചെന്ന് ഇടൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട ഒഡീസിസ് പെട്ടെന്ന് കോപിച്ചു. പെനലോപ്പി, ആ കട്ടിൽ ആരാണ് പുറത്തേക്ക് മാറ്റിയത്? അത് ആർക്കും മാറ്റാൻ കഴിയില്ല. ഒരു വലിയ ഒലിവ് മരത്തിന്റെ കുറ്റിയിലാണ് ഞാൻ ആ കട്ടിൽ പണിതത്. ആ മരം മുറിക്കാതെ ആ കട്ടിൽ അനക്കാൻ പോലും കഴിയില്ല. ഞാൻ തന്നെയാണ് എന്റെ കൈകൾ കൊണ്ട് ആ കട്ടിലും കിടപ്പുമുറിയും നിർമ്മിച്ചത്. ഇത് കേട്ടതോടെ പെനലോപ്പിയുടെ സംശയം മുഴുവൻ മാറി. ഈ രഹസ്യം ഒഡിയൂസിസിനും തനിക്കും യൂറിക്ലിയയ്ക്കും മാത്രമേ അറിയൂ. അവൾ സന്തോഷത്തോടെ ഓടി ചെന്നിട്ട് ഒഡിയൂസിസിനെ കെട്ടിപ്പിടിച്ചു. എന്നോട് ദേഷ്യപ്പെടരുത്. കള്ളന്മാരായിട്ടുള്ള പലരും വന്ന് എന്നെ പറ്റിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കാതിരുന്നത്. എന്നാൽ ഇപ്പോൾ എനിക്ക് വിശ്വാസമായി. ഇത് എൻ്റെ ഒഡീസിസ് തന്നെയാണ്. ഇത് പറഞ്ഞ് അവൾ പൊട്ടിക്കരഞ്ഞു. ഒഡീസിസ് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. കടലിൽ കപ്പൽ തകർന്നു കിടക്കുന്ന നാവികന് കര കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അങ്ങനെ 20 വർഷത്തെ കാത്തിരിപ്പിനും കഷ്ടപ്പാടുകൾക്കും ശേഷം ഒഡീസിസ് തൻ്റെ ഭാര്യയോടും മകനോടൊപ്പം സ്വന്തം വീട്ടിൽ ഒന്നിച്ചു. അടുത്ത ദിവസം തന്നെ അദ്ദേഹം തൻ്റെ വയസ്സായ അച്ഛൻ ലെയാർട്ടിസിനെ പോയി കണ്ടു. അങ്ങനെ ഇത്താക്കയിൽ വീണ്ടും സമാധാനം പുലർന്നു. ഹോമറിന്റെ ഒഡീസി, പുരാണങ്ങളിലെ ഒഡീസി ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. എന്നാൽ ടെലിഗണി എന്ന മറ്റൊരു പുരാതന കാവ്യത്തിലാണ് ഒഡീസിയസ് എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന് പറയുന്നത്. ഹോമറിന് ശേഷം വന്ന യൂഗമോൺ എന്നു പേരുള്ള കവി എഴുതിയതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന കവിതയാണ് ഇത്. ഈ കവിത എപ്പിക് സൈക്കിൾ എന്നറിയപ്പെടുന്ന ഗ്രീക്ക് ഇതിഹാസങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ്. നിർഭാഗ്യവശാൽ ഈ പുസ്തകത്തിന്റെ പൂർണ്ണരൂപം കാലഹരണപ്പെട്ടുപോയി. അതിന് ചില ചുരുക്ക രൂപങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ കഥ വെച്ചാണ് പിൽക്കാലത്ത് ഒഡീസിസിന്റെ മരണം ചരിത്രകാരന്മാർ കൂട്ടിച്ചേർത്തത്. മുമ്പ് പാതാളത്തിൽ വെച്ചിട്ട് അന്ധനായ പ്രവാചകൻ ടൈറീസിയസ് ഒഡീസിസിനോട് അദ്ദേഹത്തിന്റെ മരണം എങ്ങനെയായിരിക്കും എന്ന് പ്രവചിച്ചിരുന്നു. അത് ഓർമ്മയുണ്ടോ? കടലിൽ നിന്നും ശാന്തമായ ഒരു മരണം നിന്നെ തേടി വരും എന്നാണ് ടൈറീസിയസ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ സമുദ്രം കയറി വന്നോ കൊടുങ്കാറ്റടിച്ചോ ആവാം താൻ മരിക്കുന്നത് എന്നാണ് ഈ ഒഡീസിസ് കരുതിയത്. പക്ഷേ ആ മരണം വന്നത് ഒരു തിരമാലയുടെ രൂപത്തിലല്ല, മറിച്ച് സ്വന്തം ചോരയുടെ രൂപത്തിലായിരുന്നു. നമ്മുടെ മന്ത്രവാദിയായിട്ടുള്ള സെർസിയുടെ കാര്യം ഓർമ്മയില്ലേ? ഈ മനുഷ്യരെയൊക്കെ മൃഗങ്ങളാക്കി മാറ്റുന്ന ആ മന്ത്രവാദിനി. ആ മന്ത്രവാദിനിയെ കീഴടക്കിയ ശേഷം ഈ ഒഡീസിസും കൂട്ടരും അവിടെ 1 കൊല്ലത്തോളം താമസിച്ചായിരുന്നു. ഒഡീസിസ് പോയ ശേഷം അവർക്ക് ടെലിഗോണസ് എന്നൊരു മകൻ ജനിച്ചു. വിദൂരതയിൽ ജനിച്ചവൻ എന്നാണ് ഈ പേരിന്റെ അർത്ഥം. അച്ഛനെ കാണാതെ, ഈ ഒഡീസിസിനെ കാണാതെ അമ്മയുടെ കഥകൾ കേട്ട് വളർന്ന ടെലിഗോണസ് യുവാവായി കഴിഞ്ഞപ്പോഴേക്കും ഒഡീസിസിനെ അന്വേഷിച്ചിട്ട് കപ്പൽ കയറി. വിധിയുടെ വിളയാട്ടം പോലെ അവൻ വന്നെത്തിയത് ഒഡീസിസിന്റെ നാടായ ഇത്താക്കയിൽ തന്നെയാണ്. എന്നാൽ അത് സ്വന്തം അച്ഛന്റെ നാടാണ് എന്ന് അവൻ അറിയില്ലായിരുന്നു. വിശന്നു വരഞ്ഞ ടെലിഗോണസും സംഘവും തീരത്ത് കണ്ട കന്നുകാലികളെ വകവരുത്തുവാൻ തുടങ്ങി. അജ്ഞാതനായ ഏതോ ഒരു ശത്രു തന്റെ കന്നുകാലികളെ ആക്രമിക്കുന്നു എന്നറിഞ്ഞ അപ്പോൾ വയോധീനായിട്ടുള്ള നമ്മുടെ ഒഡീസിയസ് തന്റെ പഴയ വീര്യം വീണ്ടെടുത്ത് പടക്കോപ്പുകളൊക്കെ ആയിട്ട് ഇറങ്ങി തിരിച്ചു. അവസാനം കടൽ തീരത്ത് വെച്ച് അച്ഛനും മകനും നേർക്കുനേർ വന്നു. പരസ്പരം തിരിച്ചറിയാനാവാതെ അവർ പോരാട്ടം തുടങ്ങി. ട്രോയിലെ വീരനായിട്ടുള്ള ഒഡീസിസ് വാള് വീശിയെങ്കിലും ചെറുപ്പത്തിന് തിളപ്പുള്ള ടെലിഗോണസ് അതിവേഗത്തിൽ ഒഴിഞ്ഞു മാറി. ടെലിഗോണസിന്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു സാധാരണ കുന്തമായിരുന്നില്ല. ദേവന്മാരുടെ കൊല്ലപ്പണിക്കാരനായ ഹെഫേസ്റ്റസ് നിർമ്മിച്ച സ്റ്റിംഗ് റേ എന്ന വിഷമത്സ്യത്തിന്റെ മുള്ളുകൊണ്ട് ഇരുമ്പിൽ നിർമ്മിച്ച ഒരു ഭീകരായുധമായിരുന്നു അത്. പോരാട്ടത്തിന്റെ ഒടുവിൽ ടെലിഗോണസ് ആ കുന്തം ഒഡീസിസിന് നേർ കാഞ്ഞെറിഞ്ഞു. തിരണ്ടിയുടെ വിഷമുള്ള ആ കുന്തം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആഴത്തിൽ തറച്ചു കയറി. അവസാനം മരണക്കിടക്കയിൽ വെച്ചാണ് ആ സത്യം വെളിപ്പെട്ടത്. താൻ കൊന്നത് ഇത്രയും നാള് താൻ അന്വേഷിച്ച് നടന്ന സ്വന്തം അച്ഛനെ തന്നെയാണ് എന്ന് ഓർത്തിട്ട് ടെലിഗോണസ് പൊട്ടിക്കരഞ്ഞു. അങ്ങനെ ആ പ്രവചനം വിചിത്രമായ രീതിയിലാണ് സത്യമായത്. കടലിൽ നിന്നും മരണം വന്നു, തിരണ്ടിയുടെ മുള്ളിന്റെ രൂപത്തിൽ. മരിക്കുന്നതിന് മുമ്പ് ഒഡീസിസ് മകന് മാപ്പ് നൽകി. അങ്ങനെ സമാധാനത്തോടെ വാർദ്ധക്യത്തിന്റെ പ്രശ്നങ്ങളോ അവശതകളോ ഒന്നുമില്ലാതെ തന്നെ ഒരു യഥാർത്ഥ പോരാളി പോലെ ഒഡീസിസ് മരണപ്പെട്ടു. ഗ്രീക്ക് പുരാണങ്ങൾ പറയുവാനായിട്ട് ഈ 3 എപ്പിസോഡുകൾ മാത്രം തികയില്ല. ഈ കഥകൾക്ക് വേറെ ഉപകഥകൾ വേറെയുമുണ്ട്. തൽക്കാലം നമുക്ക് ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.